So, good evening. ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, സോ നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് നാഷണൽ മൂവ്മെന്റ് സെക്കൻഡിന്റെ മൂന്നാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി ഓഫ് നാഷണൽ മൂവ്മെന്റ് സെക്കൻഡ്, അതിനകത്ത് മൂന്നാമത്തെ ബ്ലോക്കിന്റെ പേരെന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഓൺലൈൻ സെഷനിൽ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് തീർത്തായിരുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കാണ് തുടങ്ങുന്നത്. സോ രണ്ടാമത്തെ ബ്ലോക്ക് ലേണർ ഷീബ രണ്ടാമത്തെ ബ്ലോക്ക് എടുത്തപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ. ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കുറച്ച് പേര് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോഴെന്റെ റെക്കോർഡിംഗ് എന്തുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്? എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നോ അതോ എന്തുകൊണ്ടാണ്? ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഏത് LSE ആണ്? കാസർഗോഡ്. ഓക്കെ. അപ്പോൾ പ്രശ്നമല്ല, നമുക്ക് അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. ഓക്കെ, കഴിഞ്ഞ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യാം. അത് നിങ്ങളെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കും കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആന്റോ റോയി കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് നമുക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആക്കാം, പല കാരണങ്ങൾ കൊണ്ട്. സോ നമ്മളിന്ന് ബ്ലോക്ക് 3 ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു ഇതാണ്. അതിന് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് തീർത്തായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് രണ്ടാമത്തെ ബ്ലോക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചുകൂടി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ് അവൈലബിൾ ആകാം. നമ്മുടെ യൂട്യൂബിൽ എങ്ങാനും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക്, എന്നിട്ട് അതുവഴി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് അവൈലബിൾ ആക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാം. ഓക്കെ, സോ രണ്ടാമത്തെ ബ്ലോക്ക് അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് എന്നാണ് യൂണിറ്റ് 1. ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് ദ നാഷണൽ മൂവ്മെന്റ് എന്നാണ് യൂണിറ്റ് 1ന്റെ പേര്. നമ്പർ 70 ആണ്, പേജ് നമ്പർ 70. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ SLM കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. SLM ഉണ്ടോ എല്ലാവരുടെ കയ്യിൽ? SLM ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ബുക്ക് അവൈലബിൾ ആണോ? ഫ്ലിപ്പ് ബുക്ക് ഉണ്ടല്ലോ LSEന്ന്. ഫ്ലിപ്പ് ബുക്ക് എങ്കിലും കളക്ട് ചെയ്യാം. ഓക്കെ, SLM കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ബുക്ക് എങ്കിലും കയ്യിൽ വേണം. പേജ് നമ്പർ 70, ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് ദ നാഷണൽ മൂവ്മെന്റ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ഒന്നാമത്തെ യൂണിറ്റ്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഒന്നാമത്തെ യൂണിറ്റ് ആദ്യം തന്നെ കിടപ്പുണ്ട് ഇന്ത്യ ബിഫോർ വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാറിന് മുമ്പുള്ള ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് പറയുന്നത്. സോ പേജ് നമ്പർ 71. Yes, what happened? ഫ്ലിപ്പ് ബുക്ക് ഉണ്ടല്ലോ. ഓക്കെ. സോ ഇന്ത്യ ബിഫോർ വേൾഡ് വാർ സെക്കൻഡ്. എൻ്റെ കയ്യിൽ ഫ്ലിപ്പ് ബുക്കേ ഉള്ളൂ. ഞാൻ മൊബൈലിൽ നോക്കി വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എൻ്റെ കയ്യിൽ ഹാർഡ് കോപ്പി എനിക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ പേജ് നമ്പർ 71 ഇന്ത്യ ബിഫോർ ദ വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലോകത്തിലെ തന്നെ ഒരു വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ് വേൾഡ് വാർ, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്, സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ടൈമിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് കൊളോണിയൽ രാജ്യങ്ങളുടെ നാഷണൽ മൂവ്മെന്റിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള, ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്ന ഒരു സമയമാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള കൊളോണിയൽ സ്റ്റേറ്റുകളിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഈ ഒരു വേൾഡ് വാറിന്റെ ടൈമിൽ വന്നു. നാഷണൽ മൂവ്മെന്റ്, ദേശീയ സമരങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നാഷണൽ മൂവ്മെന്റ്, ഈ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് എന്തൊക്കെ സംഭവവികാസങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്, വേൾഡ് വാറിന്റെ ടൈമിൽ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് നടന്നത്, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യണം. സോ വേൾഡ് വാറിന് തൊട്ട് മുമ്പ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ പേജ് നമ്പർ 71 കിടപ്പുണ്ട്. അതായത് ഫോളോയിങ് ദ ഫെയിലിയർ ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ആദ്യം തന്നെ പറയുന്നുണ്ട് ഫെയിലിയർ ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി 3 മാസ് മൂവ്മെന്റ്, അതായത് ബഹുജന സമരങ്ങളാണ് ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഖിലാഫത്ത് നിസ്സഹകരണ സമരം.
പിന്നീട് രണ്ടാമത്തത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള മാസ് മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. ബഹുജന സമരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ മാസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ്. അപ്പോൾ ഇതിനകത്ത് ക്വിറ്റ് ഇന്ത്യ, ഈ പറഞ്ഞ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒരു പരാജയമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ബ്ലോക്ക് 2 ചർച്ച ചെയ്തു. എന്തായിരുന്നു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, എന്തായിരുന്നു അത് പരാജയപ്പെടാനുണ്ടായ കാരണം എന്നുള്ളതെല്ലാം കഴിഞ്ഞ ബ്ലോക്കുകളിൽ ചർച്ച ചെയ്തതാണ്. അതിന്റെ റെക്കോർഡിംഗ് ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ആ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഒരു പരാജയം, ഈ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഉറക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അങ്ങ് നോർത്ത് തൊട്ട് സൗത്ത് വരെ ഒരുപാട് ആൾക്കാർ, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഉപ്പ് സത്യാഗ്രഹം പോലുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പെട്ടെന്ന് ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്തത് കാരണം എന്ത് സംഭവിച്ചു? വലിയ രീതിയിൽ ജനങ്ങൾ അങ്ങ് വലിയ ആ ഒരു ദേശീയ പ്രസ്ഥാനത്തോടും ആ ഒരു ദേശീയ സമരത്തോടും എല്ലാം ജനങ്ങൾക്ക് ഒരു വിമുഖത തുടങ്ങി. ഒരു വല്ലാത്തൊരു തളർച്ചയുടെ ഒരു സമയമായിരുന്നു. ഓക്കെ, സോ ആ ഒരു ടൈമിലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് 1934 1934 the Swaraj Party revived a conference in the Delhi. At the conference, Nehru declared that there is no choice but the conduct election. ആ ടൈമിൽ 1934 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സ്വരാജ് പാർട്ടി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി നിൽക്കുക. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിച്ചു, ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു. വലിയ രീതിയിൽ അത് വിജയിച്ചു കൊണ്ടുവരുന്ന ടൈമിൽ പെട്ടെന്ന് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് മഹാത്മാഗാന്ധി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുള്ള കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് കോൺഗ്രസിനകത്ത് തന്നെ നെഹ്റു ഉൾപ്പെടെയുള്ള കുറച്ച് നേതാക്കന്മാർക്ക് ഇത് വലിയ രീതിയിൽ അസംതൃപ്തി ഉണ്ടാക്കി. പെട്ടെന്ന് മഹാത്മാഗാന്ധി ഇത് സ്റ്റോപ്പ് ചെയ്ത് അവരിൽ വലിയ രീതിയിലുള്ള ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അവർ കോൺഗ്രസിനകത്ത് തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. അതിനെയാണ് നമ്മൾ ഈ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. സോ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1934 ഒരു തീരുമാനം എടുത്തു, ഇലക്ഷനിൽ പങ്കെടുക്കുക, ഇലക്ഷനിൽ നിന്നുകൊണ്ട് വിജയിച്ച് സഭയ്ക്കകത്ത് കയറി. സഭ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഒരു കൗൺസിൽ ഉണ്ട്, തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഒരു കൗൺസിൽ അന്നുണ്ട്. അവരാണ് ഭരണങ്ങളും നിയമങ്ങളും പാസ്സാക്കുന്നത്. ആ സഭയ്ക്കുള്ളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ ആ സഭ എന്ന് പറയുന്നത് പ്രതിഷേധിക്കാനുള്ള പ്ലാറ്റ്ഫോം ആക്കി എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം ജവഹർലാൽ നെഹ്റു എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ 1934 വലിയൊരു സംഭവം അതാണ്. ജവഹർലാൽ നെഹ്റു ആൻഡ് ദ സ്വരാജ് പാർട്ടി ദേ ഡിസൈഡഡ് ടു കോണ്ടസ്റ്റ് ദ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാനും അതിൽ വിജയിക്കുവാനും 1934 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി തീരുമാനമെടുത്തു. അത് വലിയൊരു ഇൻസിഡന്റ് ആണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ്. പിന്നീട് അതിനുശേഷം ഈ ഡിസിഷൻ, ഇങ്ങനെ ഒരു ഇലക്ഷന് മത്സരിക്കാനുള്ള ഡിസിഷൻ സ്വരാജ് പാർട്ടി എടുക്കാനുണ്ടായ 2 റീസൺ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനമെടുത്തു. 2 റീസൺ പറയുന്നുണ്ട്. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി ദ ക്യാൻസലേഷൻ ഓഫ് റിപ്രസീവ് ലാൻഡ് ലോ ആൻഡ് സെക്കൻഡ്ലി ദ റിജക്ഷൻ ഓഫ് ദ വൈറ്റ് പേപ്പർ പ്രപ്പോസ് ഓഫ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 2 കാര്യങ്ങളാണ് അവര് ഇലക്ഷനിൽ നിന്ന് മത്സരിക്കണം, ജയിച്ച് ഈ കൗൺസിലിനുള്ളിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം, എന്നൊരു നിലപാട് അവർ സ്വീകരിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, ഈ വളരെ വിവാദപരമായിട്ടുള്ള പല ബില്ലുകളും ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കാൻ പോവുകയാണ്. ഇതിനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ ഈ സഭയ്ക്കുള്ളിൽ കയറി നടക്കുന്നത്. കാരണം എപ്പോഴും ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അല്ലെങ്കിൽ സഭയിലാണ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ലാൻഡ് ലോ പോലുള്ള ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കാതിരിക്കണമെന്നെങ്കിൽ അവർ സഭയ്ക്കകത്ത് കയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പർ പ്രപ്പോസൽ. അത് നമ്മൾ 2ാമത്തെ ബ്ലോക്കിനകത്ത് പഠിച്ചായിരുന്നു. എന്താണ് വൈറ്റ് പേപ്പർ പ്രപ്പോസൽ എന്ന് പറയുന്നത്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ കഴിഞ്ഞായിരുന്നു. നമ്മൾ 2ാമത്തെ ബ്ലോക്കിനകത്ത് പഠിച്ചായിരുന്നു. 1, 2, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും കഴിഞ്ഞ് അതിന്റെ ഡിസ്കഷൻസ് എല്ലാം കൂടി അവരൊരു പ്രപ്പോസലായിട്ട് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെയാണ് വൈറ്റ് പേപ്പർ പ്രവർത്തിക്കുക. അതിനെതിരെ ഒരു ക്യാമ്പയിൻ, അതുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സോ സ്വരാജ് പാർട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇലക്ഷന് കോൺടാക്ട് ചെയ്യാനും ഇലക്ഷന് മത്സരിക്കാനും സഭയ്ക്കുള്ളിൽ പ്രവേശിക്കാനും ആഗ്രഹിച്ചു. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഇതാണ്. ഓക്കെ, പിന്നീട് 1937 കോൺഗ്രസ് വോൺ എ മെജോറിറ്റി ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ മദ്രാസ്, സെൻട്രൽ പ്രോവിൻസ്, യുണൈറ്റഡ് പ്രോവിൻസ്, ബീഹാർ ആൻഡ് ഒഡീഷ. സോ 37 ഇലക്ഷൻ വന്നു. വലിയ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിജയം നേടി. മദ്രാസിലും സെൻട്രൽ പ്രോവിൻസിലും യുണൈറ്റഡ് പ്രോവിൻസിലും ബീഹാർ, ഒഡീസ എന്നീ പ്രദേശം. ഈ സെൻട്രൽ പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻട്രൽ ഇതിലുള്ളത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ബീഹാർ, ഒഡീഷ, യുണൈറ്റഡ് പ്രോവിൻസ്, ഉത്തർപ്രദേശ് പോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത് വലിയ രീതിയിൽ വിജയം കൈവരിക്കുകയാണ് ചെയ്തത്. സോ ഔട്ട് ഓഫ് 1585 സീറ്റുകളിൽ കോൺഗ്രസ് 707 സീറ്റുകൾ വിജയിച്ചു. ആൻഡ് കോൺഗ്രസിന്റെ വിക്ടറി എന്ന് പറയുന്നത്
എന്താണ് വലിയ രീതിയിലുള്ള 1937 കോൺഗ്രസിന്റെ വിക്ടറി എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ വിക്ടറി ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു മെയിൻ ചുക്കാൻ പിടിച്ചത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അന്ന് 37 ആയപ്പോഴത്തേക്ക് ജവഹർലാൽ നെഹ്റു ഒരു മെയിൻ ഫിഗർ ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർന്നു വരുന്ന ഒരു ടൈമാണ് 37-39 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവവാസം. സോ അത് വേൾഡ് വാർ സെക്കൻഡിന് മുമ്പ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവവാസമാണ്. ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 1934 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി ഇലക്ഷന് മത്സരിക്കാനും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് അസംബ്ലിയിലേക്ക് പ്രവേശിക്കാനും തീരുമാനമെടുത്തു. ആ അസംബ്ലിയിലേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനം എടുത്തതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാർ പാസ്സാക്കാൻ പോകുന്ന നീതിയുക്തമല്ലാത്ത ബില്ലുകളെ എതിർക്കുക, അത് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം വൈറ്റ് പേപ്പർ പ്രപ്പോസൽ, അത് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിൽ പഠിച്ചായിരുന്നു. വൈറ്റ് പേപ്പർ പ്രപ്പോസലിനെതിരെ ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ, അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുക. ഈ 2 കാര്യങ്ങളായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. 1937 നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് 1585 സീറ്റുകളിൽ നടന്നതിൽ കോൺഗ്രസ് 707 സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ കോൺഗ്രസിന്റെ ഒരു വലിയൊരു വിജയമാണ് അവിടെ ഉണ്ടായെന്നാണ് പറയുന്നത്. സോ ഇനി വരുന്നതെന്ന് പറഞ്ഞാല് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ദ ത്രിപുരി സെക്ഷൻ. സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ത്രിപുരി സെക്ഷൻ 1939 നടന്ന ഒരു ത്രിപുരി സെക്ഷനെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ത്രിപുരി സെക്ഷൻ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. സോ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമില് 37-39 കാലഘട്ടത്തില്, ആ ഒരു കാലഘട്ടത്തിൽ നല്ല സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം മൂവ്മെന്റിൽ ഉടനീളം സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. കാരണം മഹാത്മാഗാന്ധിയോളം തന്നെ, അല്ലെങ്കിൽ ഗാന്ധിയക്കാരല്ല, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയോളം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള, വളരെയധികം ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ഒരു നിലപാടും എല്ലാം വലിയ രീതിയിൽ ജനങ്ങളെ, അല്ലെങ്കിൽ ഇന്ത്യൻസിനെ ആകർഷിക്കുന്ന ഒരു നിലപാടും പ്രവർത്തനമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ബോസ് ഒരുപാട് തവണ പ്രകടമാക്കിയിട്ടുണ്ട്. സോ സുഭാഷ് ചന്ദ്രബോസും ത്രിപുരി സെക്ഷനും എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു പോയിന്റ്. 1937 ഇലക്ഷന് ശേഷം കോൺഗ്രസ് സ്റ്റാർട്ട് ഫേസ് എ ക്രൈസിസ് ഇൻ ലീഡർഷിപ്പ്. 37 ഇലക്ഷന് കോൺഗ്രസ് ജയിച്ചതിന് ശേഷം കോൺഗ്രസിനകത്ത് ഒരു ലീഡർഷിപ്പിൽ ഒരു ക്രൈസിസ് നേരിടേണ്ടി വന്നു. കോൺഗ്രസിനകത്ത് ഒരു കല്ലുകടി. ആരായിരിക്കണം കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ആരായിരിക്കണം കോൺഗ്രസിനെ നേതൃത്വം നയിക്കേണ്ടതിനെ പറ്റിയിട്ട് ചെറിയൊരു തർക്കം കോൺഗ്രസിനകത്ത് രൂപപ്പെടുകയാണ്. 1939 സുഭാഷ് ചന്ദ്രബോസ് അനൗൺസ്ഡ് ഹിസ് കാൻഡിഡേച്ചർ ഫോർ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇൻ ദ കോൺഗ്രസ്. 1939 സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷന് അദ്ദേഹത്തിന്റെ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് അദ്ദേഹം അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ആ പ്രസിഡന്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിന്റെ ഒരു നോമിനേഷൻ സുഭാഷ് ചന്ദ്രബോസ് 1939 കൊടുക്കുകയാണ്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രപ്പോസലിനെ സർദാർ പട്ടേല്, പിന്നീട് രാജേന്ദ്ര പ്രസാദ്, കൃപാലിനി തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. സോ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു നോമിനേഷൻ, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു പ്രസിഡന്റ് ആവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു നോമിനേഷനെ സീനിയർ മെമ്പേഴ്സ് എല്ലാം ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് എതിർത്തതെന്നുള്ളത് നമുക്ക് കമ്മിങ് പോയിന്റിലുണ്ട്. അവർ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ഒരു നേതാവിനെ, പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന വേറൊരു സീനിയർ കോൺഗ്രസ് മെമ്പറിനെയായിരുന്നു അവർ നോമിനേറ്റ് ചെയ്തത്. സേവായിട്ട് ജയിക്കുന്നത് ആരായിരിക്കും? പട്ടാഭി സീതാരാമയ്യ വെച്ച് നോക്കുമ്പോഴത്തേക്കും സുഭാഷ് ചന്ദ്രബോസ് ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ള നേതാവ്. തെരഞ്ഞെടുക്കപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ് 29 ജാനുവരി 1939 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 1580 വോട്ടിന് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സോ സുഭാഷ് ചന്ദ്രബോസ് വലിയൊരു ലീഡർഷിപ്പ് ക്രൈസിസ്, അങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് വരുന്നത് വളരെ അപൂർവമാണ്. എല്ലാവരും ഐക്യകണ്ഠേന ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് പ്രസിഡന്റ്ഷിപ്പിലേക്ക്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് നിൽക്കുന്ന തീരുമാനിച്ചപ്പോഴത്തേക്കും സീനിയർ മെമ്പേഴ്സ് എല്ലാം എതിർത്തു. പട്ടേൽ ഉൾപ്പെടെയുള്ള സീനിയർ മെമ്പേഴ്സ് എതിർത്തുകൊണ്ട് പട്ടാഭി സീതാരാമയ്യനെ അവർ ഫോർവേഡ് ചെയ്തു. അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് അവർ ഒരു നോമിനേഷൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും ജയിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, സോ സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയാണ്. പിന്നീട് ഈ ത്രിപുരി സെക്ഷൻ, സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിട്ടുള്ള ത്രിപുരി സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായ ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ നടന്നതെന്ന് പറഞ്ഞാൽ 8 മുതൽ മാർച്ച് 12 വരെ, 1939 മാർച്ച് 8 മുതൽ 12 വരെയാണ് ഈ ത്രിപുരി സെക്ഷൻ നടക്കുന്നത്. ഈ ത്രിപുരി സെക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത ഒരു സെക്ഷനായിരുന്നു ത്രിപുരി സെക്ഷൻ. സോ എന്തൊക്കെയായിരുന്നു ത്രിപുരി സെക്ഷന്റെ ഫീച്ചേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ത്രിപുരി സെക്ഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്സ്പ്ലെയിൻ എന്നും പറഞ്ഞ് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ത്രിപുരി സെക്ഷനിൽ ഒരുപാട് പ്രോബ്ലംസ് ഉയർന്നു വന്നു. എന്തായിരുന്നു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പട്ടേലിനെ ഉൾപ്പെടെയുള്ള സീനിയർ മെമ്പേഴ്സ് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഒരു നേതാവിനെ എതിർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് വരുന്നതിന് എതിർക്കുന്നതിനുള്ള പ്രധാന കാരണം സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു റവല്യൂഷണറി, ഒരു തീപ്പൊരി നേതാവാണ്.
ദീപ്രിത എന്ന് പറഞ്ഞാൽ വളരെ മിലിറ്റന്റ് ആയിട്ടുള്ള തീവ്ര ചിന്താഗതിയുള്ള നേതാവാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയെ പോലൊരു അഹിംസാ സിദ്ധാന്തങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു മോഡറേറ്റ് തരത്തിലുള്ള ചിന്താഗതിയൊന്നുമല്ല. വളരെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരു ആ രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനത്തെ ഒരു വ്യക്തി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അപകടം മനസ്സിലാക്കി ആരാണ്? പട്ടേലിനെ പോലുള്ള സീനിയർ ആൾക്കാർ. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തിനെ എതിർത്തത്. ഓക്കെ, സോ അവർ പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചു. ത്രിപുരി സെക്ഷനിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. വിത്തിൻ 6 months എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് നൽകണം. 6 മാസത്തിനുള്ളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് നൽകണം. അതർവൈസ് ദ കോൺഗ്രസ് വിൽ സ്റ്റാർട്ട് എ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. കോൺഗ്രസ് ഇനിയും ഒരു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഒരു തീരുമാനം ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി സെക്ഷനിൽ എടുത്തു. സോ ത്രിപുരി സെക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഇതാണ്. നടക്കുന്നത് 8 മാർച്ച് മുതൽ 12 മാർച്ച് വരെയാണ് 1939. പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പ്രത്യേകത ഇതാണ്, സുഭാഷ് ചന്ദ്രബോസ് പാസ്റ്റ് എ റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ എന്താണ് ഡിമാൻഡാണ്? എന്താണ്? ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ടു ഇന്ത്യ വിത്തിൻ 6 months. 6 മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ എന്താണ് ഒരു മാസ് ആയിട്ടുള്ള ഒരു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ഒരു മാസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നും അവർ തീരുമാനിച്ചു. ഓക്കെ, സോ ഇതിനകത്ത് വന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഭാഷ് ചന്ദ്രബോസ് വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നല്ലോ ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം സുഭാഷ് ചന്ദ്രബോസ് വിചാരിച്ചത് ഈ ജനങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിനെ ഒരു ഗാന്ധിജിക്ക് പകരം അല്ലെങ്കിൽ ഗാന്ധിജിയുടെയോളം ഒരു പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ജനങ്ങളെ തിരഞ്ഞെടുത്തതെന്നുള്ളതാണ്. പക്ഷെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ഫിഗർ, ബോസ് എന്നുള്ള വ്യക്തിയോടുള്ള ഒരു ബഹുമാനം കൊണ്ടിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസിനെ ഏറ്റെടുത്തത്. പക്ഷെ ഗാന്ധിജിക്ക് ഒരിക്കലും സമമായിരുന്നില്ല സുഭാഷ് ചന്ദ്ര. അല്ലെങ്കിൽ ഗാന്ധിജിക്ക് പകരം അല്ലെങ്കിൽ ഗാന്ധി ഒരു അഹിംസാ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നതിന് തുല്യമാവത്തില്ലായിരുന്നു ആരുടെ മൂവ്മെന്റ്? ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിന്റെ മൂവ്മെന്റ്. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്. ഓക്കെ, സോ the Congress voted him for the militant politics, but because they wanted him their national leader. സോ കോൺഗ്രസും തന്നെ അവരെ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു തീവ്രമായിട്ടുള്ള നിലപാടുകളുടെ ഒരു ബലത്തിലാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു നാഷണൽ ഒരു നേതാവായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഗാന്ധിജിക്ക് ബദലായിട്ട് നിന്നുകൊണ്ട് ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആരും അംഗീകരിച്ചില്ല. കോൺഗ്രസിനും അത് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, സോ ഈ ത്രിപുരി സെക്ഷനിൽ ഈ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഈ ത്രിപുരി സെക്ഷനിൽ ഉണ്ടാകുകയാണ്. ഗോവിന്ദ് ബല്ലവ് പാണ്ഡ് എന്ന് പറയുന്ന ഒരു സീനിയർ മെമ്പർ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. ആ റെസൊല്യൂഷനിൽ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിലുള്ള വിശ്വാസം, ഗാന്ധി വീണ്ടും ലീഡർഷിപ്പിലേക്ക് വരണമെന്നും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു വർക്കിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണമെന്നും ഈ പറഞ്ഞ ഗോവിന്ദ് ബല്ലവ് പാണ്ഡിന്റെ നേതൃത്വത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അത് ഒരു കോൺഗ്രസ്മാൻ ആണ്. സോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കി ഗാന്ധിജി തിരിച്ച് നേതൃത്വത്തിലേക്ക് വരണം. പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മിറ്റി രൂപീകരിക്കണം. ആ കമ്മിറ്റി ഈ പറഞ്ഞ ദേശീയ സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കണം. അങ്ങനെ ഒരു റെസൊല്യൂഷൻ ആര് പാസ്സാക്കി? ഈ പറഞ്ഞ ഈ ഗോവിന്ദ് പാണ്ഡിന്റെ നേതൃത്വത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. പക്ഷേ റെസൊല്യൂഷൻ സുഭാഷ് ചന്ദ്രബോസ് അംഗീകരിക്കത്തില്ല. കാരണം ബോസിന് എന്ന് പറഞ്ഞാൽ ബോസ് നേതാവായിട്ടിരിക്കണം, ബോസിന്റെ നേതൃത്വത്തിൽ തന്നെ മൂവ്മെന്റ് നടത്തണം. പക്ഷേ ഇത് ബാക്കിയുള്ള കോൺഗ്രസ് അംഗീകരിച്ചില്ല. അവര് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഗാന്ധിജിയെ തിരിച്ചുകൊണ്ടുവന്ന് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഈ മൂവ്മെന്റ് നടത്തണമെന്നൊരു തീരുമാനം അവരെടുത്തു. പക്ഷെ ബോസ് എന്ത് ചെയ്തു? ബോസ് എന്ന് പറഞ്ഞാൽ വാട്ട് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ ചലഞ്ച്. ബോസ് ഈ ഒരു പ്രപ്പോസൽ ഒരിക്കലും അംഗീകരിച്ചില്ല. പിന്നീട് ബോസ് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് ബോസ് ഇതിൽ നിന്ന് പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് ബോസ് റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ആ റിസൈൻ ചെയ്തതിന്റെ ആ ഒരു ബേസിൽ പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ടത് രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദാണ് ആ ബോസിന് പകരം പിന്നീട് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ പോയിന്റ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് ബോസ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ബോസ് റിസൈൻ ചെയ്തതിനു ശേഷം ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളൊരു സംഘടന സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കുന്നുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിന് ചോദിക്കാൻ പറ്റുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഹി ഫോർമുലേറ്റഡ് ദ ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സോ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള ഒരു സംഘടന സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനങ്ങൾ അതിന്റെ ഓഫീസുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് 3 വർഷം വിലക്കുകയും വരെ ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ ഇതാണ് സുഭാഷ് ചന്ദ്രബോസും ത്രിപുരി സെക്ഷൻ എന്ന് പറയുന്നത്. സോ ത്രിപുരി സെക്ഷന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. 1939 ത്രിപുരി സെഷൻ നടക്കുന്നത്. 1937 ഇലക്ഷന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പ്രസിഡന്റായിട്ട് അദ്ദേഹം നോമിനേഷൻ കൊടുത്തു.
സെയിം ടൈമിൽ തന്നെ സീനിയർ ആയിട്ടുള്ള പട്ടേലിനെ പോലുള്ള സീനിയർ മെമ്പേഴ്സ് അദ്ദേഹത്തിന് എതിർത്തു. അവർ പട്ടാഭി സീതാരാമയ്യയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ സുഭാഷ് ചന്ദ്രബോസാണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് 1939 മാർച്ച് 8 മുതൽ 12 വരെ നടന്ന ത്രിപുരി സെഷനിൽ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസ് മൂവ്മെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ബാക്കിയുള്ള അംഗങ്ങൾ അംഗീകരിച്ചില്ല. കാരണം അവർക്ക് ഒരിക്കലും ഗാന്ധിജിയുടെ സ്ഥാനത്ത് ബോസിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഗാന്ധി ആയിരിക്കണം ഒരു മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ആരുടെ നേതൃത്വത്തിലാണ്? ഗോവിന്ദ് ബല്ലവ് പാണ്ഡിന്റെ നേതൃത്വത്തിൽ 39 ആ ത്രിപുരി സെഷനിൽ തന്നെ മഹാത്മാഗാന്ധിയെ നേതൃത്വത്തിൽ ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാനും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സെപ്പറേറ്റ് കമ്മിറ്റി രൂപീകരിച്ച് ഈ മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. പക്ഷേ ഈ റെസൊല്യൂഷൻ ബോസ് അംഗീകരിച്ചില്ല. ഇതിൽ നിന്ന് ബോസ് വിട്ടുനിന്നു. ബോസ് പ്രസിഡന്റ്ഷിപ്പ് രാജിവെച്ചു. പകരം രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്, ബോസിന്റെ ഒഴിവിലേക്ക് രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ടു. ബോസ് ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി ഫോർവേഡ് ബ്ലോക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ബോസ് ഫൗണ്ട് ചെയ്തു. ഇതിൽ നിന്ന് പ്രകോപിതമായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബോസിനെ പുറത്താക്കുകയും അത് കോൺഗ്രസിന്റെ ഓഫീസുകൾ ഉപയോഗിക്കുന്ന 3 വർഷത്തേക്ക് അദ്ദേഹത്തിനെ വിലക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ബോസ് ആൻഡ് ത്രിപുരി സെക്ഷൻ എന്ന് പറയുന്നത്. സോ ത്രിപുരി സെക്ഷന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ് പോയിന്റ്. പിന്നീട് വരുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യ ഡ്യൂറിംഗ് ദ വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിലേക്കുള്ള ഇന്ത്യ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സോ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ലഘുവായിട്ടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോകാം. ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് പോകാം. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന ടൈമിൽ ബ്രിട്ടീഷുകാര് ഫോഴ്സ്ഫുള്ളി ഇന്ത്യൻസിനെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമായിരുന്നു. ഫോഴ്സ്ഫുള്ളി ഇന്ത്യൻസിനെ കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അത്ര കണ്ട് ശക്തമായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലേക്ക് വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിച്ച് ഒരു 10 വർഷത്തിനുള്ളിലാണ് 15 വർഷത്തിനുള്ളിലാണ് ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത്. സോ ഫസ്റ്റ് വേൾഡ് വാറിൽ അത്രത്തോളം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ശക്തി അല്ലാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അവർ ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് ഇന്ത്യയിലെ കർഷകരെ വരെ മിലിറ്ററിയിൽ ചേർത്തുകൊണ്ട് യുദ്ധത്തിന് പങ്കെടുപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ കർഷകരെ, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരെയും നിർബന്ധിച്ച് ആർമിയിൽ ചേർത്തുകൊണ്ട് തോക്കും കൊടുത്ത് അവരെ യുദ്ധത്തിന് വിടുകയാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു ചിത്രമാണ്. അതിൽ നിന്ന് മാറി സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വന്നപ്പോഴത്തേക്ക് 45ലേക്ക് വന്നപ്പം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി, ബോസ്, പട്ടേല്, നെഹ്റു പോലുള്ള നേതൃത്വത്തിന് നേതൃത്വത്തിൽ വലിയ സ്ട്രോങ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും പഴയ പോലെ നിർബന്ധിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഇന്ത്യൻസിനെ എന്തിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് ബ്രിട്ടീഷുകാർക്ക് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ഉണ്ടായി. ഓക്കെ, സോ നിർബന്ധിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരു കാരണവശാലും ഇന്ത്യൻസിനെ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായി. സോ ആ ഒരു ഉണ്ടായ ടൈമിൽ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ഒരു സോപ്പിടലിന്റെ ഒരു കാലം കൂടിയാണ്. സെക്കൻഡ് വേൾഡ് വാറിന് നമ്മൾ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലേക്ക് വായിക്കും. ബ്രിട്ടീഷുകാരുടെ സോപ്പിടൽ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ത്യൻസിനെ ഏതെങ്കിലും രീതിയിൽ കൈയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മോഹവാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപാട് മോഹവാഗ്ദാനങ്ങൾ ബ്രിട്ടീഷുകാർ ഈ ടൈമിൽ ഇന്ത്യൻസിന് നൽകുന്നുണ്ട്. ഇതിന്റെ എല്ലാം വാഗ്ദാനങ്ങളുടെ എല്ലാം ബിഹൈൻഡ് ദ റീസൺ ഒന്ന് മാത്രമാണ് എങ്ങനെയെങ്കിലും ഇന്ത്യൻസിനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുക. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അത്രയും കൂടി ആൾബലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നല്ലതാണല്ലോ, യുദ്ധം ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ മോഹന വാഗ്ദാനങ്ങളുടെ ഒരു കാലഘട്ടമാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണലിസത്തെ സംബന്ധിച്ചിടത്തോളം. സോ പേജ് നമ്പർ 72 ഇന്ത്യ ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. സോ സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാം 1939 സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള, ജർമ്മനിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്, ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പുകളും തമ്മിലുള്ള ഒരു വാറായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം. വേൾഡ് വാറിന്റെ ഒരു സമയം വരുമ്പോഴത്തേക്ക് അത് പഠിക്കാനുള്ളതുണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ്. സോ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ദ സെക്കൻഡ് വേൾഡ് വാർ, ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ബ്രോട്ട് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ആസ് വെൽ ആസ്. സോ ഇന്ത്യൻ പൊളിറ്റിക്സിലും വലിയ രീതിയിലുള്ള മാറ്റം, ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല വേൾഡ് പൊളിറ്റിക്സിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നതാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, സോ ദ സെക്കൻഡ് വേൾഡ് വാർ ബ്രോട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് വേരിയേഷൻസ് ഇൻ ദ സ്ട്രാറ്റജീസ് ഓഫ് ദ കോൺഗ്രസ്. നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ പോളിസിയിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവന്ന ഒരു കാലമാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഹന വാഗ്ദാനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. സോ ബ്രിട്ടീഷുകാരുടെ പോളിസിയിലും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരോടുള്ള സമീപനത്തിലും എല്ലാം വലിയ രീതിയിലുള്ള ചേഞ്ച് വന്നൊരു കാലഘട്ടമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ വാഗ്ദാനങ്ങളാണ്. ബ്രിട്ടീഷ് വൈസ്രോയുടെ വാഗ്ദാനങ്ങൾ എന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞാൽ ആ പോയിന്റുകൾ മാത്രം, വാല്യൂ പോയിന്റുകൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പൊരു കാര്യം, ഈ പറഞ്ഞ ഇന്ത്യൻ വൈസ്രോയി, ഇന്ത്യയിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് വൈസ്രോയി ആൻഡ് ആ ഈ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ഈ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്, ഇന്ത്യക്കാരുടെ പേരിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇന്ത്യ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. ഇത് ഇന്ത്യക്കാരോട് ആലോചിച്ചില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആലോചിച്ചില്ല, ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ആലോചിക്കാതെ ബ്രിട്ടീഷ് വൈസ്രോയി ഡിക്ലെയർ ചെയ്യാണ് ഇന്ത്യ ജർമ്മനിക്കെതിരെ, അല്ലെങ്കിൽ ജർമ്മനിയുടെ അലയൻസിനെതിരെ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഈ ബ്രിട്ടീഷ് വൈസ്രോയി ഇറക്കാണ്. ഇതിനെതിരെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. കാരണം കോൺഗ്രസുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഡിസ്കഷൻ നടത്താതെ, ഇന്ത്യൻ പീപ്പിളോട്ട് യാതൊരു തരത്തിലുള്ള ഡിസ്കഷൻ നടത്താതെ ഏകകണ്ഠമായിട്ട് ഇങ്ങനെ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിനെ അവർ ശക്തമായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാണ്, അവർ പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാല് ഗാന്ധിജിയുടെ നിലപാട് എന്തായിരുന്നു? സെക്കൻഡ് വേൾഡ് വാറിൽ മഹാത്മാഗാന്ധിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, മഹാത്മാഗാന്ധിക്ക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് ഒരു അനുഭാവം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ സെക്കൻഡ് വേൾഡ് വാർ ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടണം എന്നാഗ്രഹിച്ച ഒരു നിലപാടായിരുന്നു ആർക്കുണ്ടായിരുന്നത്? മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് ഇൻ ദ ഫേവർ ഓഫ് ദ സപ്പോർട്ടിംഗ് ദ ബ്രിട്ടൻ ഇൻ ദ വാർ. മഹാത്മാഗാന്ധിക്ക് ഇന്ത്യ സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുക്കണമെന്നും ബ്രിട്ടന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം എന്നുള്ളൊരു നിലപാടായിരുന്നു മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക രണ്ട് തരത്തിലുള്ള നിലപാടുകളൊന്നും ഇല്ലാതെ കോൺഗ്രസ് ഒരു തീരുമാനമാവാതെ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു ഉണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ആർഗ്യൂഡ് ദാറ്റ് ദ ഇന്ത്യ ഷുഡ് നോട്ട് ജോയിൻ ദ വാർ അണ്ടിൽ ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ ഇന്ത്യ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാടെന്ന് പറയുന്നത്. സോ ഗാന്ധിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ബ്രിട്ടന് വേണ്ടിയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നതായിരുന്നു ഗാന്ധിയുടെ നിലപാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടൊരു നിലപാടില്ല, പങ്കെടുക്കണമെന്നില്ല, പങ്കെടുക്കണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കരുത്, സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ ഒരു കാരണവശാലും ഇന്ത്യ യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാടെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ഒരു വലിയൊരു മാസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനവും ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു സപ്പോർട്ടിന് എന്ന് പറഞ്ഞാൽ ഗാന്ധി ഡിഡ് നോട്ട് റിസീവ് എനി സപ്പോർട്ട് ഫ്രം അതേഴ്സ്. സോ ഒരു മിനിറ്റ്, ആൻഡ് സ്റ്റാർട്ടിങ് ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഇതിനുള്ള സപ്പോർട്ട് ആ ഒരു ടൈമിൽ കിട്ടിയിരുന്നില്ല. ആ ഒരു യുദ്ധത്തിന്റെ ടൈമിൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാല് നെക്സ്റ്റ് പറയുന്ന പോയിന്റ് വൈസ്രോയിയുടെ മോഹന വാഗ്ദാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ബ്രിട്ടന്റെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ വൈസ്രോയി ആദ്യമായിട്ട് നൽകുന്ന മോഹന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ എന്താണ്, ദ ഓഫേർഡ് എ സെറ്റപ്പ് a consultative committee the advice might sought by the government in case of emergency. And the second, he promised the end of the war the British government will consult representative at the different communities and parties India how to modify the act of 1935. So ഒരു കമ്മിറ്റി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയുടെ ഒരു ഭരണപരിഷ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയുടെ ഒരു രൂപീകരണം. സെക്കൻഡ്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പരിഷ്കരണം. ഈ രണ്ട് വാഗ്ദാനങ്ങളും ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഈ പറയുന്ന വൈസ്രോയി ഓഫർ ചെയ്തു ഇന്ത്യൻസിന്. ഓക്കെ, 1935 ആക്ട് എന്താണെന്നുള്ളത് സെക്കൻഡ് ബ്ലോക്കിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ആ ഒരു 1935 ആ ഒരു ആക്ട് പരിഷ്കരിക്കും. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി പരിഷ്കാരങ്ങൾക്ക് വേണ്ടി, ഇപ്പം ഇൻഡിപെൻഡൻസ്, ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലോ അതിന് വേണ്ടിയിട്ട് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഈ രണ്ട് മോഹന വാഗ്ദാനങ്ങളും എന്ത് ചെയ്തു, വൈസ്രോയി ഇന്ത്യൻസിന് മുമ്പിൽ നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനുശേഷം ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ഇന്ത്യൻ നാഷണലിസത്തിൽ ഉണ്ടാകുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ദ റെസിഗ്നേഷൻ ഓഫ് ദ കോൺഗ്രസ് മിനിസ്ട്രി. നേരത്തെ പറഞ്ഞ 1937 വലിയ രീതിയിൽ കോൺഗ്രസ് വിജയിച്ചു,
അസംബ്ലിയിൽ എത്തി എന്ന് പറഞ്ഞല്ലോ. പിന്നീട് അതിന്റെ ഒരു മാസമായിട്ടുള്ള റെസിഗ്നേഷൻ ആണ് ഈ സെക്കൻഡ് വേൾഡ് വാറിൽ കാണുന്നത്. ഓക്കെ, സോ മഹാത്മാഗാന്ധിയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് വാഗ്ദാനങ്ങൾ, രണ്ട് ഓഫർ കിട്ടിയതിനു ശേഷം മഹാത്മാഗാന്ധിയുടെ നിലപാടെന്ന്, മഹാത്മാഗാന്ധി സ്റ്റേറ്റഡ് ദാറ്റ് the British government was continuing the policy of divide and rule. The working committee of the International Congress on 1932 rejected the statement of the Viceroy and decided to not support the war. സോ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പറയുന്നത് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ പങ്കെടുക്കുന്നതും ഇല്ല എന്നുള്ള തീരുമാനത്തിൽ 1939 ഇന്റർനാഷണൽ കോൺഗ്രസും ആ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ട് ദ വർക്കിംഗ് കോൺഗ്രസ് കമ്മിറ്റി ഓൾസോ കോൾ ദ കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് ടു റിസൈൻ ഫ്രം ദ പൊസിഷൻ ആസ് എ പ്രൊട്ടസ്റ്റ്. സോ ഇങ്ങനെ ഈ 39 ഈ ഇന്ത്യ വേൾഡ് വാറിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു. അതുകൂടാതെ തന്നെ എല്ലാ മിനിസ്റ്റേഴ്സും, ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മിനിസ്റ്റേഴ്സും അവരുടെ മിനിസ്റ്റർഷിപ്പ് റിസൈൻ ചെയ്യണമെന്നുള്ള തീരുമാനവും ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി 1939 എടുക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ വലിയ രീതിയിലുള്ള എന്താണ് ഒരു മിനിസ്റ്റേഴ്സ് എല്ലാം വലിയ രീതിയിൽ റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു എല്ലാ മിനിസ്റ്ററീസും ആ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 1937 നടന്ന ഇലക്ഷനിൽ ഒരുപാട് പേര് തെരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം ഒക്ടോബർ 27 മുതൽ നവംബർ 15 വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാവരും റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു എല്ലാ മിനിസ്റ്ററിയും റിസൈൻ ചെയ്തതിനു ശേഷം ഗവൺമെന്റ് ഇമ്പോസ്ഡ് ഗവർണർ റൂൾ. ആ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മിനിസ്റ്ററികളും റിസൈൻ ചെയ്തപ്പെട്ട ഏരിയകളിൽ ഗവർണർ റൂൾ, കാരണം അവിടെ വേറെ ആരുമില്ല, തെരഞ്ഞെടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഗവർണർ റൂളാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഗവർണർക്കായിരിക്കും റൂൾ ചെയ്യാനുള്ള അധികാരം. അതുപോലെ തന്നെ ഈ പ്രവിശ്യകളിൽ നിന്നെല്ലാം കോൺഗ്രസ് റിസൈൻ ചെയ്തതോട് കൂടിയിട്ട് അവിടെ ഗവർണർ റൂള് ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്തത്, ഗവർണർ റൂള് നടപ്പിലാക്കുകയാണ് ചെയ്തത്. സോ ഇനി വരുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടൈമിൽ, ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ദ ഗവൺമെന്റ്, ദ ഇന്ത്യൻസ് അല്ലെങ്കിൽ ദ ഇന്റർനാഷണൽ കോൺഗ്രസ് വാസ് നോട്ട് റെഡി ടു ലോഞ്ച് എ മാസ് മൂവ്മെന്റ്. സോ ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ശക്തി ഈ ഒരു വേൾഡ് വാറിന്റെ ടൈമിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ആ ഒരു ദേശീയ നേതാക്കന്മാർക്കോ, മഹാത്മാഗാന്ധി ഉൾപ്പെടെ നേതാക്കന്മാർക്കോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഈ ഒരു ടൈമിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഈ പറയത്തക്ക രീതിയിൽ ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിരുന്നു. അവരെന്ന് പറയുന്നത് പാകിസ്ഥാൻ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കുന്ന ഒരു ടൈമാണ്, കോൺഗ്രസിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് നിന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആ ഒരു ടൈമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടാവത്തില്ല എന്നുള്ള ഒരു പ്രോബ്ലം അത് കാരണം. പിന്നീടെന്ന് പറഞ്ഞാല് പിന്നെ അറ്റ്മോസ്ഫിയർ ഓഫ് ദ കൺട്രി, അതായത് ഈ കൺട്രിയുടെ സാഹചര്യം. കാരണം ഒരു യുദ്ധത്തിന്റെ ഒരു മുൾമുനയിൽ, വേൾഡ് വാറിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻസിന് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്നു, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകുന്നു. ആ ഒരു ടൈമിൽ എന്താണ് ഒരു മാസ് സ്ട്രഗിൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ വീക്കായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ആ ടൈമിൽ എന്താണ് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ, അവർ വലിയ രീതിയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ലീഡർഷിപ്പ് മോശമായിരുന്നു. ഈ എല്ലാ കാരണങ്ങളും കൊണ്ട് തന്നെ ആ ഒരു വേൾഡ് വാറിന്റെ ടൈമിൽ ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ഇന്റർനാഷണൽ കോൺഗ്രസിന് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വേൾഡ് വാർ പോലെ വലിയൊരു സമരം നടക്കുമ്പം, അല്ലെങ്കിൽ വേൾഡ് വാർ പോലെ വലിയൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ എന്തുകൊണ്ട് ആ ടൈമിൽ ഒരു മാസ് മൂവ്മെന്റ് നടന്നില്ല ബ്രിട്ടീഷുകാർക്കെതിരെ? കാരണം അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്തുവരും ഒരു ഡബിൾ ഹിറ്റ് ആയാണ്. കാരണം പുറത്തുനിന്ന് അവർക്ക് യുദ്ധം ഫേസ് ചെയ്യേണ്ടി വരുന്നു, ഇന്ത്യക്കകത്തും ഇതുപോലെ ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നാൽ എന്തുവാണ്, തീർച്ചയായിട്ടും അത് ഒരു ഇന്ത്യയിൽ അവരുടെ ഭരണം നഷ്ടപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്ന് എത്തുമായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ഇന്ത്യയിൽ ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇല്ലായിരുന്നു. പിന്നീട് കോൺഗ്രസിന് പറയത്തക്ക രീതിയിലുള്ള ലീഡർഷിപ്പ് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ത്യയിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര സ്യൂട്ടബിൾ ആയിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ആഗസ്റ്റ് ഓഫർ 1940. 1940 ഓഗസ്റ്റ് ഓഫർ. ഇപ്പോഴും നെക്സ്റ്റ് മുമ്പ് പറഞ്ഞത് കോൺഗ്രസ് മിനിസ്റ്ററുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മതി. അതൊരു ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാത്തതിന്റെ കാരണം എന്തെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നീട് പറഞ്ഞാൽ ആ റെസിഗ്നേഷൻ ഓഫ് ദ കോൺഗ്രസ് മിനിസ്റ്റർക്ക് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആഗസ്റ്റ് ഓഫർ 1940. 1940 ആഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഒരു
മോഹന വാഗ്ദാനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാർ ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇന്ത്യൻസിന് ഓഫർ ചെയ്ത ഒരു ടൈമാണ് സെക്കൻഡ് വേൾഡ് വാർ. ഇന്ത്യൻസിന്റെ സപ്പോർട്ട് വേൾഡ് വാറിൽ കിട്ടുന്നതിന് വേണ്ടി. അതായത് ആദ്യത്തെ 2 ഓഫർ നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും, ഇന്ത്യൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് പരിഷ്കരിക്കും. ഈ 2 മോഹന വാഗ്ദാനങ്ങൾ ആദ്യം നൽകി. പക്ഷേ ഇത് രണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധി അംഗീകരിച്ചില്ല. അതൊരു പരാജയമായിരുന്നു. സോ മൂന്നാമത്തെ മോഹന വാഗ്ദാനമായിട്ടാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അതാണ് 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ, ഈ വാർ ടൈമിൽ വലിയ രീതിയിലുള്ള പ്രഷർ ബ്രിട്ടീഷുകാർ നേരിടുകയാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ വേണ്ടത്ര രീതിയിലുള്ള സോൾജിയേഴ്സ് ഇല്ല, യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ല. സ്വാഭാവികമായിട്ട് ഇന്ത്യൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു തരത്തിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ രണ്ടാമത്തെ വീണ്ടും ഒരു വാഗ്ദാനമായിട്ട് വരികയാണ്. ആ വാഗ്ദാനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫർ 1940. ഇപ്പൊ എന്താണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ ഒന്നാമത്തെ ഒരു 3, 4, 5 ഓഫറുകൾ അവർ മുന്നോട്ട് വെച്ചായിരുന്നു ഓഗസ്റ്റ് ഓഫറിൽ. ആ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8, 1940 ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 8, 1940 ഓഗസ്റ്റ് ഓഫർ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ഓഗസ്റ്റ് ഓഫർ ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ടു ഗെയിൻ ദ സപ്പോർട്ട് ഓഫ് ഇന്ത്യൻസ് ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യൻസിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ഇന്ത്യൻസിന്റെ സപ്പോർട്ടും കൂടി ഇല്ലാതെ വേൾഡ് വാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോലും, മിലിറ്ററി ഫീൽഡിൽ നിൽക്കാൻ പോലും ആൾക്കാരില്ലാത്തൊരവസ്ഥ വന്നു, യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ലാത്തൊരവസ്ഥ വന്നു. സോ ദേ നീഡ് ദ സപ്പോർട്ട് ഓഫ് ഇന്ത്യൻസിന്റെ സപ്പോർട്ട് വേണ്ടി വന്നു. സോ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് നേടാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഒരു ഓഫർ ഇന്ത്യൻസിന് മുന്നോട്ട് വയ്ക്കുകയാണ്, ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുകയാണ്. ഓഗസ്റ്റ് 9 ഈ വാഗ്ദാനം അവർ ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ഇതിനെ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, എ റെപ്രസെന്റേറ്റീവ് ബോഡി ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള ഒരു ബോഡി, ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദ ഗവർണർ. ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യൻസിന്റെ നമ്പർ വളരെ കുറവാണ്. എക്സിക്യൂട്ടീവ് കൗൺസിലാണ് മിക്ക തീരുമാനങ്ങളും എടുക്കുന്നത്. സോ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ത്യൻസിന്റെ അംഗസംഖ്യ കൂട്ടും. അത് രണ്ടാമത്തെ വാഗ്ദാനം. മൂന്നാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, ഒരു അഡ്വൈസറി വാർ കൗൺസിൽ രൂപീകരിക്കും. അഡ്വൈസറി വാർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻസിന്റെ പെർമിഷൻ പോലും ഇല്ലാതാണ് ബ്രിട്ടീഷുകാര് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഇന്ത്യ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യക്കാരുടെ ഒരു കൺസേൺ പോലും തേടാതാണ്, ഇന്ത്യക്കാരുടെ ഒരു ഒപ്പീനിയൻ പോലും തേടാതാണ്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കും. അതായത് ഒരു ഫ്യൂച്ചറിൽ ഒരു വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യൻസുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുമെന്നുള്ളതാണ് അതിന്റെ ഒരു വശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ദ ഗവൺമെന്റ് അഷ്യൂർഡ് ദാറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി. പിന്നീടെന്ന് പറഞ്ഞാൽ മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യും. മൈനോറിറ്റി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വേറെ ആരുമല്ല, മുസ്ലിംസിനെയാണ്. മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അതാണ് അടുത്തൊരു വാഗ്ദാനം എന്ന് പറയുന്നത്. ഇനി വാഗ്ദാനം ഉണ്ടോ? ഇനിയില്ല. ഇത്രയേ ഉള്ളൂ ഓഗസ്റ്റ് ഓഫറുള്ള വാഗ്ദാനം. സോ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത്? ടു ഗെയിൻ ദ സപ്പോർട്ട് ഓഫ് ഇന്ത്യ ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. ഏത് വർഷമാണ്? ഓഗസ്റ്റ് 8, 1940 ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത്. ഓഗസ്റ്റ് ഓഫറിന്റെ പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കും. രണ്ടാമത് പറഞ്ഞാൽ ഇന്ത്യൻസിന്റെ നമ്പർ ബ്രിട്ടീഷ് കൗൺസിൽ ഓഫ് ഗവർണറിൽ ഇന്ത്യക്കാരുടെ നമ്പർ വർദ്ധിപ്പിക്കും. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഒരു വാർ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കും. പിന്നെ ഞാൻ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി, 4 ഉള്ളൂ. മൈനോറിറ്റിയുടെ പ്രൊട്ടക്ഷൻ, അതായത് ഈ സിഖുകാര്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, അങ്ങനത്തുള്ള മൈനോറിറ്റിയുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കും. ഇത്രയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഓഗസ്റ്റ് ഓഫറിലെ പ്രധാനപ്പെട്ട ഓഫറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓഗസ്റ്റ് ഓഫറിന് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി ആൻഡ് ജവഹർലാൽ നെഹ്റു എടുത്തത്? അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒറ്റ ഡിമാൻഡുള്ള കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. നമുക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ട, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണ്ട, എന്തുവാണ് അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ട, ഒന്നും വേണ്ട, കംപ്ലീറ്റ് ഫ്രീഡം. വി നീഡ് കംപ്ലീറ്റ് ഫ്രീഡം. അതെ, ഓക്കെ. പിന്നീടെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ മുസ്ലിം ലീഗ് ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി. അവിടെ മുസ്ലിം ലീഗ് ഒന്ന് കൊളുത്തി. അവിടെ മുസ്ലിംസ്, ജിന്നയുടെ നേതൃത്വത്തിലെ മുസ്ലിംസ് ആ ഒരു ഒറ്റ പോയിന്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആയി. കാരണം പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിയുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ അവരുടെ ഡിമാൻഡ് ആയിട്ടുള്ള ദ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ അത് നടപ്പിലാക്കും എന്നുള്ള ഒരു
ഒരു അർത്ഥവും കൂടി അതിലേക്ക് അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഓഗസ്റ്റ് ഓഫറിനോട് ഒരു ചായ്വുള്ള ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. ഓക്കെ, ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി എന്നുള്ള ആ ഒരു പ്രൊവിഷൻ അവരത് ഏത് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു? അവർക്ക് ഫ്യൂച്ചറിൽ അവരുടെ ഒരു പാകിസ്ഥാൻ എന്നുള്ള ഡിമാൻഡ് സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ള രീതിയിൽ അവർ ഇന്റർപ്രറ്റ് ചെയ്തു. സോ ദ മുസ്ലിം ലീഗ് ഡിസൈഡഡ് ടു സപ്പോർട്ട് ദ ഓഗസ്റ്റ് ഓഫറിനോട് അവരുടെ ഒരു സമീപനം, ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അവരെടുത്തത്. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത്രയാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. സോ ഓഗസ്റ്റ് ഓഫർ ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക്. ഓഗസ്റ്റ് ഓഫർ 2 മാർക്കിനെങ്കിലും ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് ഓഫർ എന്താ ഇയർ എഴുതണം, ഓഗസ്റ്റ് 8 1940 എന്ന് എഴുതണം. പ്രധാനപ്പെട്ട ഒരു 2 or 3 2 മാർക്കിനാണെങ്കിൽ 2 വാല്യൂ പോയിന്റ് മതി. എന്നാലും നിങ്ങൾക്ക് 3 or 4 പഠിച്ചിരുന്ന അത് എഴുതാം. അത് എഴുതി കഴിഞ്ഞാൽ 4 വാല്യൂ പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. എന്തായിരുന്നു ഓഗസ്റ്റ് ഓഫർ എന്നുള്ള രീതിയിൽ. 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഓഫറിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എഴുതാം. ഇന്റർനാഷണൽ കോൺഗ്രസ് ഡിഡ് നോട്ട് സപ്പോർട്ട്, മഹാത്മാഗാന്ധി ഡിഡ് നോട്ട് സപ്പോർട്ട്, ആൻഡ് ദ മുസ്ലിം ലീഗ് അവരെന്താണ് അവരുടെ ചെറിയൊരു അവരൊരു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അവരതിനെ സമീപിക്കുന്ന, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു എന്താണ് അവർ എടുത്തതെന്നുള്ള രീതിയിൽ എഴുതും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഓഗസ്റ്റ് ഓഫറിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇപ്പോഴൊന്നും നമുക്ക് എന്ത് തരാൻ പോകുന്നില്ല, ഇൻഡിപെൻഡൻസ് തരാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. കാരണം അവിടെയും ബ്രിട്ടീഷുകാർ പറയുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കാനുള്ള സംവിധാനം ചെയ്തു തരാം, ഇന്ത്യൻസിന്റെ നമ്പർ കൗൺസിൽ വർദ്ധിപ്പിച്ചു തരാം. അപ്പോൾ അവിടെ ഒന്നും എന്തുവാണ് ഇന്ത്യക്ക് ഫ്രീഡം തരാം എന്നുള്ള ഒരു വാക്കേ ബ്രിട്ടീഷുകാരും മിണ്ടുന്നില്ല. ഇതെന്തൊരു തിരിച്ചറിവായിരുന്നു? ഇതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവായിരുന്നു ഇത്. സോ ഇതെന്ത് ചെയ്തു? ഇത് വീണ്ടും വീണ്ടും നാഷണൽ മൂവ്മെന്റിനെ ഒന്നും കൂടി ഒന്ന് ഉത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉത്തേജിപ്പിച്ചു. ഉറങ്ങിക്കിടന്നവരെല്ലാം വീണ്ടും ഒന്ന് എണീക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവും. എന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് ഓഫറിന് ശേഷം? ഓഗസ്റ്റ് ഓഫറിന് ശേഷം ഇന്ത്യൻസിന്റെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസ് ആയിരുന്നു ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ പ്രദേശങ്ങളിലും ഓരോ ലീഡറുകളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തു. ഇൻഡിവിജ്വൽ സത്യാഗ്രഹം, അതാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. എന്തിനായിരുന്നു ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, മഹാത്മാഗാന്ധി സത്യാഗ്രഹം പോലൊരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന് നടത്തിയിട്ടുള്ള സമരങ്ങളിൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള എന്ത് സംഭവിച്ചു? വയലൻസ് സംഭവിച്ചായിരുന്നു. അപ്പൊ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ വില്ലേജ് മെൻ പോലീസ് സ്റ്റേഷൻ തീയിട്ടു 10-22 പോലീസുകാരെ ചുട്ടുന്ന സംഭവമാണ് ചൗരി ചൗര എന്ന് പറഞ്ഞത്. സോ അതെന്താണ്? അഹിംസയുടെ ഭാഗമായിട്ടാണ്. അത് ഹിംസയാണ്, അഹിംസയ്ക്ക് എതിരായിട്ട് വന്ന സംഭവമാണ്. അവിടെ എല്ലാ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ടൈമിലും എന്താണ് ഇതുപോലെ ഒരുപാട് വയലൻസ് നടന്നിട്ടുണ്ട്. സോ ഈ ഒരു വയലൻസ് എന്ന് പറയുന്നത് ഇനി ഒരു മാസ് മൂവ്മെന്റ് വരുവാണെങ്കിൽ ഇതുപോലുള്ള വയലൻസിന്റെ സാധ്യത കണക്കാക്കിക്കൊണ്ട് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്നുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ പുതിയൊരു ദ ന്യൂ മെത്തേഡ് ഓഫ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്, ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. അപ്പൊ പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഏതൊക്കെയാന്ന് നോക്കാം. ഇൻഡിവിജ്വൽ സത്യാഗ്രഹം അല്ലെങ്കിൽ ഡൽഹി ചലോ മൂവ്മെന്റ്. എന്താണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം? സോ ഇതിനകത്ത് കിടപ്പുണ്ട് ദ കോൺഗ്രസ് ലീഡേഴ്സ് ആൻഡ് ദ കോമൺ പീപ്പിൾ ലൂസിങ് ദെയർ പേഷ്യൻസ്. അതെന്താണ്? അവരുടെ ക്ഷമ നശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ ബ്രിട്ടീഷുകാർ ഒരു കാരണവശാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ പോകുന്നില്ല എന്നൊരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അവരിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ദ കോൺഗ്രസ് ആസ്ക്ഡ് ഗാന്ധി ടു ലീഡ് ദ മൂവ്മെന്റ്. ഒരു ഇൻഡിവിജ്വൽ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യാനും എന്താണ് ഒരു മൂവ്മെന്റ് മഹാത്മാഗാന്ധിയോട് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാനും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, സോ ദ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സം സെലക്ടഡ് ഇൻഡിവിജ്വൽ ഇൻ എവരി ലൊക്കാലിറ്റി. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ തെരഞ്ഞെടുക്കപ്പെട്ട ലൊക്കാലിറ്റിയിൽ. ഓക്കെ, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട ലൊക്കാലിറ്റിയിൽ സത്യാഗ്രഹം നടത്തിയാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് പറയുന്നത്. സോ അതിനകത്തൊന്ന് പറഞ്ഞില്ല ഫസ്റ്റ് സത്യാഗ്രഹ വിനോബ ഭാവെ 17 ഒക്ടോബർ 1940 വിനോബ ഭാവെയാണ് ആദ്യത്തെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം തുടക്കുന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ജവഹർലാൽ നെഹ്റു തുടക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് പിന്നെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഓരോ ഏരിയയിലും ഈ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഈ സത്യാഗ്രഹീസ് എല്ലാം ഈ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്ത ലീഡേഴ്സും സത്യാഗ്രഹീസ് എല്ലാം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ സത്യാഗ്രഹി കുഡ് ബി അറസ്റ്റഡ് ഓൺലി കംപ്ലീറ്റ് ദ സ്പീച്ച്. ദിസ് മൂവ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൽഹി ചലോ മൂവ്മെന്റ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ മൂവ്മെന്റിനെ ഡൽഹി ചലോ മൂവ്മെന്റും എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട സെന്റർ എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. ഓക്കെ, സോ ഇതിന്റെ ഡൽഹി ചലോ മൂവ്മെന്റും എന്ന പേരിൽ ഇതിന് അറിയപ്പെടും, ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഓർ ഡൽഹി ചലോ മൂവ്മെന്റ്. അപ്പോൾ എന്തായിരുന്നു ഇൻഡിവിജ്വൽ സത്യാഗ്രഹം അല്ലെങ്കിൽ ഡൽഹി ചലോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഗസ്റ്റ് ഓഫറിലൂടെ ഇന്ത്യൻസ് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷുകാർ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറും ഇന്ത്യൻസിന് സ്വാതന്ത്ര്യം തരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അവരെന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴേ മഹാത്മാഗാന്ധി ഇതിന്റെ ലീഡർഷിപ്പ് ഇതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏൽപ്പിച്ചു. ആ മഹാത്മാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ തെരഞ്ഞെടുക്കപ്പെട്ട ലൊക്കാലിറ്റികളിൽ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി.
ആദ്യത്തെ സത്യഗ്രഹം ഓർഗനൈസ് ചെയ്തത് വിനോബ ഭാവെയാണ് 17 ഒക്ടോബറിൽ. രണ്ടാമത്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇവരുടെ പ്രധാനപ്പെട്ട സെന്റർ ഓഫ് സത്യഗ്രഹ എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. സോ പിന്നെ സത്യഗ്രഹീസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇവരുടെ സ്പീച്ചുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഇതിനാണ് ഡൽഹി ചലോ മൂവ്മെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇൻഡിവിജ്വൽ സത്യഗ്രഹ ഓർ ഡൽഹി ചലോ മൂവ്മെന്റ്. പിന്നീട് വരുന്നത് ഇൻഡിവിജ്വൽ സത്യഗ്രഹ ഹാഡ് ടു മെയിൻ പ്രപ്പോസസ്. രണ്ട് മെയിൻ പ്രപ്പോസിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് എക്സ്പ്രഷൻ ഓഫ് സ്ട്രോങ് പൊളിറ്റിക്കൽ ഫീലിംഗ് among the Indians and opportunist elements were removed from the Congress. These people politically educated and mobilized. സോ ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഇൻഡിവിജ്വൽ സത്യഗ്രഹയിലൂടെ പറയുന്നത്. പിന്നെ പറഞ്ഞാൽ കോൺഗ്രസിന്റെ എന്താണ് സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു ഇതിലേക്ക് കോൺഗ്രസും തിരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത് വരുന്നതാണ് ക്രിപ്സ് മിഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിപ്സ് മിഷൻ 1942. ഞാൻ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ മോഹന വാഗ്ദാനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടുത്ത ഒരു വാഗ്ദാനമാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷൻ. ഓക്കെ, സോ ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് 100% ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ക്രിപ്സ് മിഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ 1942 ക്രിപ്സ് മിഷൻ വരുന്നതെന്ന് പറഞ്ഞാല് ഓക്കെ, എന്താണ് ക്രിപ്സ് മിഷൻ എന്നുള്ള കാര്യം നോക്കാം. വൺ സെക്കൻഡ്. സോ ക്രിപ്സ് മിഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ക്രിപ്സ് മിഷന്റെ അതിന്റെ ഒരു വേൾഡ് തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിൽ ഈ 42 ടൈമില് ബ്രിട്ടീഷുകാർക്ക് ചെറിയ തിരിച്ചടികളുടെ സെക്കൻഡ് വേൾഡ് വാർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ബ്രിട്ടീഷുകാരുടെ പല പ്രദേശങ്ങളിലും ജപ്പാന്റെ കടന്നുകയറ്റം ഉണ്ടാവുന്നു. ഈ ഒരു ജപ്പാന്റെ കടന്നുകയറ്റം ഉണ്ടായി ബ്രിട്ടീഷുകാരുടെ പല പ്രദേശങ്ങളും നഷ്ടമാവുന്നു. ഈ ഒരു സിറ്റുവേഷൻ വരുന്ന ടൈമിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കുറച്ച് വരീഡ് ആവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വരീഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, ബ്രിട്ടീഷുകാരുടെ, കാരണം ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു, ഒരു കോളനി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വേറെ പുറത്തുനിന്ന് വേറൊരു രാജ്യം ബ്രിട്ടീഷ് കോളനി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് അവസ്ഥ ഇതിലും ദുരവസ്ഥയാവും. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കാഷ്വാലിറ്റി ഇരട്ടിയാവും. വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ വന്ന ടൈമിൽ പ്രത്യേകിച്ച് ജപ്പാനെ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭയന്നിരുന്നത്. ജപ്പാൻ ആ ഒരു ടൈമിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് രീതിയിലെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ടൈമാണ് 1942 എന്ന് പറഞ്ഞാൽ. സോ 1942 വേൾഡ് ലോക ചിത്രം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷിന് തിരിച്ചടികൾ വരുന്നു, ജാപ്പനീസ് മുന്നേറ്റം വരുന്ന സെക്കൻഡ് വേൾഡ് വാറിൽ. സോ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്ന് വരീഡ് ആവുകയാണ്. ജപ്പാൻ അങ്ങനെ ഇന്ത്യ പിടിച്ചെടുത്ത് ഇന്ത്യൻസിനെ എല്ലാം തൂത്തെറിയും എന്നുള്ളൊരു പേടി അവർക്കും വരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ്, ഏതെങ്കിലും രീതിയിൽ ഇന്ത്യൻസിന് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിച്ചേരുന്ന ഒരു ടൈമാണ് 1942. ആദ്യത്തെ അറിയാലോ 39 അവരുടെ ഉറച്ച തീരുമാനമായിരുന്നു ഒരു കാരണവശാലും ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് കൊടുക്കത്തില്ല എന്നുള്ളത്. പക്ഷേ 1932 ആയപ്പോഴത്തേക്ക് സാഹചര്യം മാറി. ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് കൊടുക്കണം സെക്കൻഡ് വേൾഡ് വാറിൽ എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ തന്നെ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യൻസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. സോ രണ്ടുപേർക്കും ഇന്റർനാഷണൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻസിനെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ 1940 ഒരു വലിയ രീതിയിൽ വന്നു കയറിയാണ് ചെയ്യുന്നത്. സോ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. സ്റ്റാർഫോർ ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. അത് ഒരു ക്യാബിനറ്റ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള സ്റ്റാർഫോർ ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു മിഷൻ, ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. 1942 മാർച്ചിലാണ് കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻസിന്റെ പല ലീഡേഴ്സുമായിട്ട് കുറെ റിസർച്ച് നടത്തി, കുറെ ഡിസ്കഷൻ നടത്തിയതിനു ശേഷം അവരുടെ കുറച്ച് പ്രൊപ്പോസൽ ഇന്ത്യൻസിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ത്യൻസിന് വേണ്ടി ചെയ്യും എന്നുള്ളൊരു പ്രൊപ്പോസൽ, എന്നുള്ളൊരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിനെയാണ് ക്രിപ്സ് മിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ എന്താണ് ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഓഗസ്റ്റ് ഓഫറിന്റെ സെയിം കാരണം തന്നെയാണ്. ടു ഗെയിൻ ദ സപ്പോർട്ട് ഓഫ് ഇന്ത്യൻ ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ, ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഒരു കമ്മിറ്റി ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഫോം ചെയ്തു. ആ കമ്മീഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന സ്റ്റാർഫോർ ക്രിപ്സ് ആണ്. മാർച്ച് 1942 ക്രിപ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യൻസുമായിട്ട് ചർച്ച നടത്തുന്നു, ലീഡേഴ്സോടെ ചർച്ച നടത്തിക്കൊണ്ട് കുറച്ച് പ്രൊപ്പോസൽസ് മുന്നോട്ട് വയ്ക്കുകയാണ്. കുറച്ച് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ളൊരു തീരുമാനം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊപ്പോസലിന്റെ കഥ നമുക്ക് പഠിക്കണം, കാരണം ക്രിപ്സ് മിഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ
the creation of the Indian Union with the dominion status. The creation of Indian Union, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇന്ത്യ ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രിട്ടീഷ് യൂണിയൻ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്താണ്, അതിനെ ഇന്ത്യൻ യൂണിയൻ ആക്കും. പിന്നീട് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകും. ഡൊമീനിയൻ സ്റ്റാറ്റസ് അണ്ടർ ദ ബ്രിട്ടീഷ് കൺട്രോൾ ഒരു റൂൾ അത് നൽകും. അതിനാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത്തെ വാഗ്ദാനം, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കിംഗ് ബോഡി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുക. നേരത്തെ ഓഗസ്റ്റ് ഓഫിൽ ഉണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ the Constituent Assembly shall contain elected representative from the Legislative Assembly and Princely State. അത് അഡീഷണൽ വന്ന പോയിന്റ് ആണ്. അതായത് ഒരു കമ്മിറ്റി, ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റിയിലുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെടും. അതായത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും പ്രിൻസിലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഇലക്ഷൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന റെപ്രസെന്റേറ്റീവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ രൂപീകരിച്ച ആൾക്കാരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, സോ അങ്ങനെ എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരെ തെരഞ്ഞെടുക്കും. അതായത് ബ്രിട്ടീഷുകാർ ഒരിക്കലും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, ഇന്ത്യൻസ് തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നതെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, the constitution framed a bill based on two conditions. പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രിൻസിലി സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം. എന്താണ് ഈ നാട്ടുരാജ്യം എന്നറിയാമോ? കാര്യം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിൽ ഏകദേശം 543 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലല്ലാതെ രാജഭരണത്തിന്റെ കീഴിലുള്ള രാജ്യം. ഇപ്പോൾ ഉദാഹരണം ഈ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ടൈമിലും തിരുവിതാംകൂർ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു നാട്ടുരാജ്യമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം ഈ ഒരു ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഭരണഘടന എഴുതി തയ്യാറാക്കാം. അത് ഇവരുടെ ഒരു ഓഫറായിരുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാൽ രണ്ടാമത് നടക്കുന്നത്, രണ്ടാമത്തത് a treaty shall be signed between the British government and the constitution making body over the matter arising during the power transfer. So എന്താണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസൈനിൽ നമ്മൾ എന്താണ് ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം, ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പവർ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അതായത് ഒരു ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ എന്താണ് അവിടെയും ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ the princely state were given the authority to choose whether they follow the new constitution or not. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. പ്രിൻസിലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കാം. പിന്നീടെന്ന് പറഞ്ഞാല് നെക്സ്റ്റ് വരുന്ന പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, ലാസ്റ്റ് പോയിന്റ്, the Indian Union would be given the authority to choose whether split from the British Commonwealth or remain a part of it. സോ ഈ പറയുന്ന ഏതെങ്കിലും ഈ ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പാർട്ടായിട്ട് നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കാം. അല്ലെങ്കിൽ നാട്ടുരാജ്യത്താണെങ്കിൽ ശരി ബ്രിട്ടീഷ് യൂണിയന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാം. അപ്പൊ ഇത്രയായിരുന്നു ഈ ഒരു ക്രിപ്സ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു ക്രിപ്സ് മിഷൻ, എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ക്രിപ്സ് മിഷൻ കൊണ്ടുവന്നത്, ആരായിരുന്നു ക്രിപ്സ് മിഷന്റെ, സ്റ്റാൻഫോർഡ് ക്രിപ്സ് ആയിരുന്നു അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ഫിഗർ എന്ന് പറയുന്നത്, എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രൊപ്പോസൽസ്. ക്രിപ്സ് മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി ക്രിപ്സ് മിഷൻ കഴിഞ്ഞ ശേഷം ക്രിപ്സ് മിഷന്റെ ദ ഫെയിലിയർ ഓഫ് ദ ക്രിപ്സ് മിഷൻ ഒരു പരാജയമായിരുന്നു. ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ ഒരു പരാജയമായിരുന്നു. എന്തായിരുന്നു ക്രിപ്സ് മിഷന്റെ പരാജയത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ the Congress rejected the dominion status. ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ആദ്യത്തെ ഒരു പ്രൊപ്പോസൽ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു പ്രൊവിഷൻ, അതിനെ കോൺഗ്രസ് ആര് എതിർത്തിരുന്നു. ഡൊമീനിയൻ സ്റ്റാറ്റസ് ഒന്നും വേണ്ട, നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. ആ നിലപാട് കോൺഗ്രസ് ഓൾറെഡി വ്യക്തമാക്കിയതാണ്. നമുക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണ്ട, നമുക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് മതി. അപ്പൊ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നുള്ള ഒരു പ്രൊവിഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് അവർ അതിനെ എതിർത്തു. പിന്നീടെന്ന് പറഞ്ഞാല് the Congress demanded full control over the ഡിഫൻസിൽ കംപ്ലീറ്റ് കൺട്രോൾ വേണമെന്ന് പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ the proposal had the provision for the partition of India. അത് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു. അത് ഈ പ്രൊപ്പോസൽ ഈ ക്രിപ്സ് മിഷൻ എന്ത് ചെയ്തിരുന്നു, ഇന്ത്യൻ പാർട്ടീഷനെ അനുകൂലിച്ചിരുന്നു. അതായത് ഇന്ത്യ രണ്ടായിട്ട്, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിക്കുക എന്നുള്ള ഇന്ത്യൻ പാർട്ടീഷനെ ഇവർ അനുകൂലിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർത്തിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിക്ലൈൻ ടു അഡ്മിറ്റ് ദ ഡിമാൻഡ് ഫോർ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ. സോ പെട്ടെന്ന് തന്നെ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ പെട്ടെന്ന് തന്നെ ഇന്ത്യൻസിന് അധികാരം കൈമാറും എന്നുള്ളൊരു
ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർത്തിരുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ they failed to provide a separate electoral system for the constituent assembly. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം വേണമെന്നുള്ള ആവശ്യം അവർ നിഷേധിച്ചു. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ എന്തുവാണ്, പിന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ എന്തുവാണ്, പിന്നെ മുസ്ലിം റെപ്രസെന്റേഷൻ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം റെപ്രസെന്റേഷന്റെ ഒരു കാരണം. പിന്നീടെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇലക്ഷൻ സിസ്റ്റം വേണമെന്നുള്ള അവരുടെ ഒരു ആവശ്യം. പിന്നീട് പെട്ടെന്ന് അധികാരം ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് പെട്ടെന്ന് അധികാരം കൈമാറണം എന്നുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യങ്ങളെല്ലാം ഇവർ തള്ളിക്കളയാണ്, ബ്രിട്ടീഷുകാർ തള്ളിക്കളയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ക്രിപ്സ് മിഷൻ അംഗീകരിക്കാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് തയ്യാറായില്ല. അത് ക്രിപ്സ് മിഷൻ എന്തുമായിരുന്നു, ഒരു പരാജയമായിരുന്നു. സോ ആഫ്റ്റർ ഡ്യൂറിംഗ് നമ്മൾ ആ ചാപ്റ്റർ തീർത്തു കഴിഞ്ഞു. സോ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു, സ്വരാജ് പാർട്ടി, പിന്നീട് സുഭാഷ് ചന്ദ്രബോസും ത്രിപുരി സെക്ഷൻ, പിന്നീട് വേൾഡ് വാറിന്റെ ടൈമിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു. ഒരുപാട് വാഗ്ദാനങ്ങളുടെ ഒരു കാലമായിരുന്നു. ഓഗസ്റ്റ് ഓഫർ ഒരു വാഗ്ദാനമായിരുന്നു. ക്രിപ്സ് മിഷൻ ഈ പറയുന്ന പോലെ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ ആയിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട. ഓഗസ്റ്റ് ഓഫർ, പിന്നെ ക്രിപ്സ് മിഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ ഇത് പറയാം, ക്രിപ്സ് മിഷന്റെ ഫെയിലിയറും ഒന്നും നോക്കി തന്നെ പോകണം. സോ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിൾ പേജ് നമ്പർ ഇന്ത്യയിലും ഹാർഡ് കോപ്പി ഇല്ല, ഞാൻ ഈ മൊബൈലിലും വെച്ചോണ്ടിരിക്കുകയാണ്. 79 പേജ് നമ്പർ 79 ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിൾ വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ 3 മാസ് മൂവ്മെന്റുകളാണ് ഓർഗനൈസ് ചെയ്തത്. ഒന്ന് ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 2 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം, 3 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. മാസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ബഹുജന പ്രശ്നവും ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മാസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവന് വലിയൊരു മാസ് മൂവ്മെന്റ് ആയിരുന്നു ഗാന്ധി ഓർഗനൈസ് ചെയ്ത അവസാനത്തെ മാസ് മൂവ്മെന്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധി ഓർഗനൈസ് ചെയ്ത അവസാനത്തെ മാസ് മൂവ്മെന്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങാനുണ്ടായ സാഹചര്യം? എപ്പോഴും ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ പെട്ടെന്ന് ഒരു ദിവസം ചാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നൊരു മൂവ്മെന്റ് തുടങ്ങിക്കളയാം എന്നുള്ളൊരു തീരുമാനം ഒരിക്കലും മാസ് മൂവ്മെന്റിൽ ഉണ്ടാകത്തില്ല. അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള കാരണം വേണം. നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങാനുണ്ടായ കാരണം ഖിലാഫത്ത് ഇഷ്യൂ ആണ്. അത് ഫസ്റ്റ് ബ്ലോക്കിലുണ്ട്. അത് നമുക്ക് ഇനി റെക്കോർഡിംഗ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫർദർ നമുക്ക് ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഒരു ഖിലാഫത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞ ഇഷ്യൂവിന്റെ ടൈമിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യാൻ കാരണമുണ്ട്. മഹാത്മാഗാന്ധിയുടെ 11 ഡിമാൻഡുകൾ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. അതിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? അതും ഒരു 1942 ടൈമിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു ടൈം ആയിരുന്നില്ല. 1939 തൊട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാസ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരുന്നില്ല ഇന്ത്യയിൽ. അതിനുള്ള സാഹചര്യം ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാരണം ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ അതായിരുന്നില്ല, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ പല പല കാരണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്നിട്ടും 42 ഒരു മാസ് മൂവ്മെന്റ് ഗാന്ധി ഓർഗനൈസ് ചെയ്തു. എന്തായിരുന്നു ആ ഒരു ഇമ്മീഡിയറ്റ് 39 മുതൽ 42 വരെ ഒരു 3 വർഷ കാലയളവിൽ എന്ത് മാറ്റമാണ് ഇന്ത്യൻ നാഷണലിസത്തിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഗാന്ധി മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത്? 3-4 റീസൺ പറയുന്നുണ്ട്. സോ അതിനകത്ത് ഒന്നാമത്തെ റീസൺ പ്രധാന വാല്യൂ പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് റീസൺ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാനുണ്ടായ മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങാനുണ്ടായ ഫസ്റ്റ് റീസൺ പേജ് നമ്പർ 80 ഫസ്റ്റ് റീസൺ, ഒരു സെക്കൻഡ്, മൊബൈൽ അതിന്റെ കണ്ണും പിടിക്കുന്നില്ല. ദ ഫെയിലിയർ ഓഫ് ദ ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ഒന്നാമത്തെ കാരണം. നമ്മൾ പറഞ്ഞു ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന ഒരു പരാജയമായിരുന്നു. 1942 ക്രിപ്സ് മിഷന്റെ പരാജയം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. ക്രിപ്സ് മിഷൻ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല ഡിമാൻഡുകളും എന്ത് ചെയ്തു, ക്രിപ്സ് മിഷൻ അംഗീകരിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ സെപ്പറേറ്റ് ഇലക്ഷൻ സിസ്റ്റം വേണം, അംഗീകരിച്ചില്ല. ഇമ്മീഡിയറ്റ് പെട്ടെന്ന് തന്നെ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ പെട്ടെന്ന് തന്നെ അധികാര കൈമാറ്റം നടത്തണം, അവരത് അംഗീകരിച്ചില്ല. ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ല, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം, അത് അവർ അംഗീകരിച്ചില്ല. പിന്നെ പാർട്ടീഷൻ, ഇന്ത്യ പാർട്ടീഷനെ അവർ അനുകൂലിച്ചു. ഇത് ഇന്ത്യൻസ് എതിർത്തു, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർത്തു. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു. അപ്പൊ ക്രിപ്സ് മിഷന് പരാജയമായപ്പോഴത്തേക്കും ഇതൊരു കാരണമാണ്. കാരണം എന്ന് വെച്ചാൽ ആ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ നിങ്ങൾ നോക്കൂ, എത്ര വാഗ്ദാനങ്ങളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഈ എല്ലാ വാഗ്ദാനങ്ങളിലും എന്തില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റേ ഇല്ല. ഓഗസ്റ്റ് ഓഫറിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു. ക്രിപ്സ് മിഷനിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും, ഇന്ത്യക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ തരാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റേ ഇല്ല.
അപ്പോൾ ഇതും എന്താണ്, ഇവര് ക്രിപ്സ് മിഷനും അങ്ങനെ ഒരു പരാജയമായപ്പോൾ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ അങ്ങനെ ഒരു പരാജയമായപ്പോഴത്തേക്കും ഇതൊരു കാരണമായി, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണമായി. അപ്പോൾ ഒന്നാമത്തെ കാരണം ദ ഫെയിലിയർ ഓഫ് ദ ക്രിപ്സ് മിഷൻ 1942. ഓക്കെ. പിന്നീട് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അപ്രൈസിങ്, ജനങ്ങളുടെ ഒരു ടെൻഷൻ. ഒരു പോപ്പുലർ അപ്രൈസിങ് എന്ന് പറഞ്ഞാൽ, പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഒരു കാരണവശാലും ഇന്ത്യക്ക് ഇപ്പോഴൊന്നും സ്വാതന്ത്ര്യം തരത്തില്ല എന്നുള്ള ഒരു റൂമർ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കി, ഒരു ക്രിയേറ്റഡ് ടെൻഷൻ, ഒരു ടെൻഷൻ ഉണ്ടാക്കി. കാര്യം വെച്ചാൽ ഇതിനു മുമ്പ് ഓഗസ്റ്റ് ഓഫറിലാവട്ടെ, ക്രിപ്സ് മിഷനിലാവട്ടെ, ഇതിനു മുമ്പ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ബ്രിട്ടീഷുകാർ എല്ലാ പ്രപ്പോസലും എന്തില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഇത് ഇന്ത്യൻസിന് വലിയ രീതിയിൽ എന്ത് ചെയ്തു, വലിയ രീതിയിൽ ഒരു അസംതൃപ്തി, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്തു ഇന്ത്യൻസിന്റെ ഇടയിൽ. അത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ആൻഡ് ഗുഡ്സ് ഓഫ് ദ വാർ ടൈം ഷോർട്ടേജ് ഇൻ ദ കൺട്രി. വലിയ രീതിയിൽ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഈ പറഞ്ഞ ഫുഡ് ഷോർട്ടേജ് വന്നു, പിന്നീട് പ്രൈസ് വലിയ രീതിയിൽ ഇൻക്രീസ് ആയി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റൊരു കാരണം. അപ്പോൾ ഒന്ന്, സ്വാതന്ത്ര്യം തരത്തില്ല എന്നുള്ള ഒരു ജനങ്ങളുടെ തിരിച്ചറിവ്, അത് ഒന്നാമത്തെ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കി. രണ്ട്, വലിയ രീതിയിലുള്ള വിലക്കയറ്റം. പിന്നീട് എന്താണ്, ഈ പറഞ്ഞ പോലുള്ള ഭക്ഷ്യ സാധനങ്ങളുടെ ലഭ്യത കുറവ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു എന്തുണ്ടാക്കി, അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത മൂന്നാമത്തെ കാരണം, അത് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ദ ബ്രിട്ടീഷ് വിഡ്രോവൽ ഫ്രം മലയ ആൻഡ് ബർമ. ബർമയിൽ നിന്നും മലയിൽ നിന്നും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തത്. ഇവർ രണ്ടുപേരും വിഡ്രോ ചെയ്യുകയും അവിടെ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ചെയ്യുന്നത്, അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ജപ്പാന്റെ ഒരു അധിനിവേശം ആ ടൈമിൽ ഉണ്ടായി. ആ ഒരു ടൈമിൽ ജപ്പാന്റെ അധിനിവേശം ഉണ്ടായിട്ട് ബർമയിൽ നിന്നും മലയിൽ നിന്നും ബ്രിട്ടീഷുകാരെ വിഡ്രോ ചെയ്യാൻ ഉണ്ടാകുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, പിന്നീടെന്ന് പറഞ്ഞാൽ ജാപ്പനീസിന്റെ ഒരു വയലൻസ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് വാസ് നെസസറി. ഒരു ജപ്പാൻകാരുടെ ഈ ഒരു ജപ്പാന്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ 42 ടൈമിലെന്ന് പറഞ്ഞാൽ ജപ്പാന്റെ ഒരു മുന്നേറ്റമാണ് വേൾഡ് വാർ ഉണ്ടാകുന്നത്. ഇങ്ങനെ ജപ്പാന്റെ ഒരു മുന്നേറ്റം തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമായിരുന്നു, ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു. ഓക്കെ. പിന്നീടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ പറയും, ഇൻ ഇന്ത്യ പീപ്പിൾ ബിഗാൻ ടു വിഡ്രോ ദെയർ സേവിങ്സ് ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് സ്റ്റാർട്ടഡ് ഹോൾഡിംഗ് ഗോൾഡ്, സിൽവർ ആൻഡ് കോയിൻസ്. സോ ഈ ഗവൺമെന്റ് ബാങ്കിന്റെ പണവും എല്ലാം ആര് പിൻവലിക്കാൻ തുടങ്ങി, ഈ ജനങ്ങൾ, ഇന്ത്യൻസ് പിൻവലിക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർമയും മലയാലും എല്ലാം ബ്രിട്ടീഷുകാരുടെ അധികാരം നഷ്ടപ്പെട്ടു. ഇനി എന്ത് സംഭവിക്കും, ഇനി ചാൻസ് അടുത്തത് ഇന്ത്യയിലാണ്. ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് എന്ത് സംഭവിക്കാം, ബ്രിട്ടീഷുകാർ തൂത്തെറിയപ്പെടാം. അതുകൊണ്ട് അതിനു മുമ്പുള്ള പണവും പണ്ടവും എല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻസ് വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഒരു ജാപ്പനീസിന്റെ ഒരു എതിർപ്പ്. ചില ആൾക്കാർ ജപ്പാനെ സപ്പോർട്ട് ചെയ്ത്, കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യൻസ് ഒക്കെ തുറഞ്ഞു പോയാൽ, ഈ ബ്രിട്ടീഷുകാരെ തുറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്ന് ജാപ്പനീസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു കാരണമായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ ആ ഒരു 42 ടൈമിൽ ജാപ്പനീസിന്റെ മുന്നേറ്റം, ബ്രിട്ടീഷുകാരുടെ ഒരു തിരിച്ചടി, ബ്രിട്ടീഷുകാർ സെക്കൻഡ് വേൾഡ് വാറിൽ ചെറിയ തിരിച്ചടി നേരിടുന്ന ടൈമിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും മാറിപ്പോകും എന്നുള്ളൊരു പേടി, അതിനെതിരെ ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ ജാപ്പനീസിന്റെ ഒരു തള്ളിക്കയറ്റിനെതിരെ ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് എന്താണ്, ഒരു മൂവ്മെന്റ് ആവശ്യമായിരുന്നു. ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമായിരുന്നു. അതായിരുന്നു മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സോ 3 റീസൺ ആണ് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഒന്നാമത്തെ പറഞ്ഞത് ഫെയിലിയർ ഓഫ് ദ ക്രിപ്സ് മിഷൻ. രണ്ടാമത്തെ ജനങ്ങളുടെ ഒരു അസംതൃപ്തി, ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ പീപ്പിൾ. മൂന്നാമത്തെ എന്തുവാണ്, മൂന്നാമത്തെ കൺക്ലൂഡ് ചെയ്ത് പറയുന്ന പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെന്റ്, ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് വാസ് നെസസറി ഫോർ ബൂസ്റ്റ് ദെയർ കപ്പാസിറ്റി ടു റെസിസ്റ്റ് ദ ജാപ്പനീസ് വയലൻസ്. സോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ജാപ്പനീസ് വയലൻസ് തകരാക്കാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ബ്രിട്ടീഷുകാർ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ജാപ്പനീസ് വയലൻസ് തടയാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു മൂവ്മെന്റ് അവർക്ക് ആവശ്യമായിട്ട് വന്നു. സോ അതിന് ബ്രിട്ടീഷുകാരൊന്ന് ബൂസ്റ്റ് ചെയ്യിക്കുക, അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു മൂവ്മെന്റ് അവർക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ 3 കാര്യങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് കടക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്താണ്? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മഹാത്മാഗാന്ധിയാണ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് വേണം, അതിനൊരു സുതാര്യത വേണം, ഒരു ആധികാരികത വേണം. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു മീറ്റിംഗ് കൂടി ആ ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കി മഹാത്മാഗാന്ധിന്റെ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നതോട് കൂടിയിട്ടാണ്
ഔപചാരികമായിട്ട് ആ മൂവ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത്. അതിനാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണെങ്കിലും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണെങ്കിലും എല്ലാം ഔപചാരികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ദ പെർമിഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പെർമിഷനോട് കൂടിയിട്ട് ആണ് അങ്ങനെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത്. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ദ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി 1942 വാർധയിൽ വെച്ചിട്ട് ജൂലൈ 14 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പേജ് നമ്പർ 80, പേജ് നമ്പർ 80. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ നടക്കുന്നത് ജൂലൈ 14, 1942. അക്സെപ്റ്റ് ദ ഐഡിയ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ ഓഗസ്റ്റ് അപ്രൂവ്ഡ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം പാസ്സാക്കുന്നത് ബോംബെ കമ്മിറ്റിയാണ്. 1942 ജൂലൈ 14 ആ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ദ പീപ്പിൾ വെൽക്കം ദ ഡിസിഷൻ ടു കോൺഗ്രസ് എ ഹ്യൂജ് എന്തൂസിയാസം. സോ പീപ്പിൾസ് എന്ത് ചെയ്തു, ഈ ഒരു മാസ് മൂവ്മെന്റിനെ ജനങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് തീരുമാനം കൊടുക്കാൻ ആരംഭിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നീട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ടൈമിലാണ് ഗാന്ധി തന്റെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ടൈമിലാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ടൈമിലാണ് ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഡു ഓർ ഡൈ. ഓക്കെ, സോ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ടൈമിൽ ഗാന്ധിയുടെ ഡയറക്ഷൻസ് എന്തൊക്കെയായിരുന്നു ഗാന്ധി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടെന്നാണ് ആവശ്യപ്പെട്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ്. പേജ് നമ്പർ 80 കിടപ്പുണ്ട്. ഡു ഓർ ഡൈ സ്പീച്ചിന് ശേഷം ദ ഗവൺമെന്റ് സർവൻസ് വെയർ നോട്ട് asked to resign their job and openly announce their commitment to the Congress. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ജോലി റിസൈൻ ചെയ്യരുത്, പകരം കോൺഗ്രസിനോടുള്ള കമ്മിറ്റ്മെന്റ് പ്രകടമാക്കണം. എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ കാരണം എന്നറിയാമോ? കാര്യം വേറൊന്നുമല്ല, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ടൈമിൽ മഹാത്മാഗാന്ധി ആദ്യം ഓർഗനൈസ് ചെയ്ത നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ടൈമിലും രണ്ടാമത് ഓർഗനൈസ് ചെയ്ത സിവിൽ ഡിസോബീഡിയൻസ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ടൈമിലും മഹാത്മാഗാന്ധിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് സർവൻസ് റിസൈൻ ദെയർ ജോബ് എന്നായിരുന്നു. ഗവൺമെന്റ് സർവൻസ് ജോലി രാജിവെക്കണമെന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആവശ്യം, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം ഉൾക്കൊണ്ടിട്ട് ഒരുപാട് ജനങ്ങളാണ് എന്ത് ചെയ്തത്, കോടതികൾ ഉപേക്ഷിച്ചു, ഗവൺമെന്റ് ജോലികൾ ഉപേക്ഷിച്ചു, കംപ്ലീറ്റ് കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഗാന്ധിയുടെ ഒപ്പം വന്നത്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു, ആ മൂവ്മെന്റുകളെല്ലാം പരാജയമായിരുന്നു. ആ മൂവ്മെന്റുകളെല്ലാം പരാജയമായപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, ജോലി പോയവർക്ക് ജോലി പോയി. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗാന്ധി നിലപാടൊന്നും മയപ്പെടുത്തി, ജോലി റിസൈൻ ചെയ്യേണ്ട, പകരം എന്ത് ചെയ്യുക, ഇതിനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്ക് മഹാത്മാഗാന്ധി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നീട് പറഞ്ഞാല് the princes were asked to accept the domination of the people and not provide homage to the foreign power. സോ ജനങ്ങളുടെ അധികാരങ്ങളെ, ജനങ്ങളുടെ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരോടൊക്കെ മഹാത്മാഗാന്ധി നിർദ്ദേശം കൊടുത്തു. ഓക്കെ, ഈ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാതെ തങ്ങളുടെ പ്രജകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മഹാത്മാഗാന്ധിയുടെ ഡയറക്ഷൻ കൊടുത്തു. ആർക്കാണ്? രാജാക്കന്മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് the people of the princely state were asked to declare their support to the Indian nation and accept the leadership of the prince. സോ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഗാന്ധി. എന്ത് ചെയ്യുക, ഇന്ത്യൻ എന്നുള്ള ഒരു പ്രിൻസിലി എന്ന് പറഞ്ഞാല് ഇന്ത്യൻ നേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, തങ്ങളുടെ രാജാവിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ബ്രിട്ടീഷുകൾക്കെതിരെയുള്ള പോരാട്ടത്തിലെ രാജാവിനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ രാജാവിനോടും മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് the students were asked to leave their studies until independence was achieved. സോ സ്റ്റുഡൻസിനോടുള്ള നിർദ്ദേശം ക്ലിയർ ആയിരുന്നു, ലീവ് ദെയർ സ്റ്റഡീസ്, നിങ്ങളുടെ പഠിത്തം ഉപേക്ഷിക്കുക. ഓക്കെ, ലീവ് കോളേജ് എന്നല്ല പറഞ്ഞത്, കോളേജ് ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, പഠിത്തം ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. ലീവ് ദെയർ സ്റ്റഡീസ് ആൻഡ് അണ്ടിൽ ടു ഗെറ്റ് ദ ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെ നിങ്ങളുടെ പഠിത്തം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. കോളേജ് ഉപേക്ഷിക്കാനല്ല, പഠിത്തം ഉപേക്ഷിക്കാൻ ഗാന്ധി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, പെസൻസിനുള്ള മഹാത്മാഗാന്ധിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടു റെഫ്യൂസ് ടു പേ ദ ലാൻഡ് റവന്യൂ, ആ ലാൻഡ് റവന്യൂ അടയ്ക്കരുത്, ഭൂനികുതി അടയ്ക്കരുത്. ഇതായിരുന്നു ഗാന്ധിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. സോ ഇത് ക്ലിയർ ആണ്. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് 1942 ജൂലൈ 14 ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു മാസ് മൂവ്മെന്റിനുള്ള പെർമിഷൻ മഹാത്മാഗാന്ധിക്ക് കൊടുക്കണം. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഗവൺമെന്റ് സർവീസിനോട് നോട്ട് റിസൈൻ ദ ജോബ് ആൻഡ് എന്തുവാണ്, ജോലി രാജിവെക്കരുത്, പകരം മൂവ്മെന്റിനോടുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനുള്ള കമ്മിറ്റ്മെന്റ് പ്രകടമാക്കുക. രാജാക്കന്മാരോടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രജകളെ സപ്പോർട്ട് ചെയ്യുക, തങ്ങളുടെ പ്രജകളെ സപ്പോർട്ട് ചെയ്യുക. പ്രജകളോടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ രാജാവിനെ സപ്പോർട്ട് ചെയ്യുക, ബ്രിട്ടീഷുകാരെ എതിർക്കുക.
കുട്ടികളോടുള്ള സ്റ്റുഡൻസിനോടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെ പഠിത്തം ഉപേക്ഷിക്കുക. പിന്നീട് പെസൻസിനോടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നവരെ നികുതി അടയ്ക്കാതിരിക്കുക. ഇതൊക്കെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഗാന്ധി പ്ലേസ്ഡ് ഇൻസ്ട്രക്ഷൻ ബിഫോർ ദ വർക്കിംഗ് കമ്മിറ്റി ഇൻ 7th August 1942. 1942 ഓഗസ്റ്റ് 7 ഗാന്ധി നിർദ്ദേശങ്ങളെല്ലാം വർക്കിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. ഇതൊക്കെയാണ് തന്റെ എന്താണ് പ്ലാൻ എന്നുള്ള രീതിയിൽ വെച്ചു. ആൻഡ് 9th August 1942 all the political leaders were arrested and they sent to unidentified destination and arrested took a movement into violent phase. സോ 9 ഓഗസ്റ്റ് 1942 ആയപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ നേതാക്കന്മാരുടെ അറസ്റ്റ് എന്ത് സംഭവിച്ചു, വലിയ രീതിയിലുള്ള ഒരു വയലന്റ് ടേണിലേക്ക് ഈ മൂവ്മെന്റിനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ദ ഫേസസ് ഓഫ് ദ മൂവ്മെന്റിന്റെ ഫേസസ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് 3 ഫേസുകളുണ്ട്, 3 ഘട്ടങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു ക്വിറ്റ് ഘട്ടങ്ങൾ എന്ന് പറയാം. അതിനു മുമ്പ് ഒന്നും കൂടി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ വാല്യൂ പോയിന്റുകൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 3 കാരണങ്ങൾ നമ്മൾ എന്തൊക്കെയാ 3 കാരണങ്ങൾ എന്ന് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ക്രിസ്തു മിഷന്റെ ഫെയിലിയർ പറഞ്ഞു, പിന്നെ ജനങ്ങളുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു, പിന്നെ 1942 വേൾഡ് വാറിന്റെ ഒരു ടേണിംഗ് എന്ന് പറഞ്ഞു. വേൾഡ് വാറിൽ ജാപ്പനീസിന്റെ ഒരു കടന്നുകയറ്റം ബർമ ആൻഡ് മലയ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് പോയത്, പിന്നെ ബ്രിട്ടീഷുകാരോടുള്ള ഫെയ്ത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടത്, അതിനെതിരെ ജനങ്ങൾ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ അത് മൂന്ന് റീസൺ പറഞ്ഞു. പിന്നെ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, മഹാത്മാഗാന്ധിയുടെ ഡയറക്ഷൻ വളരെ ക്ലിയർ ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ്. എന്തൊക്കെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഡയറക്ഷൻ ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ടൈം? അപ്പൊ ഗാന്ധിയുടെ ഡയറക്ഷൻ ഗവൺമെന്റ് ജോലിക്കാരോടുള്ള നിർദ്ദേശം, ഒരു നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളോടുള്ള നിർദ്ദേശം, നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരോടുള്ള നിർദ്ദേശം, പിന്നീട് കുട്ടികളോടുള്ള നിർദ്ദേശം, കർഷകരോടുള്ള നിർദ്ദേശം. ഇത്രയാണ് ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ 9 ഓഗസ്റ്റ് 1942 ആയപ്പോൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്തു. നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിലേക്ക് ഇത് വലിയ രീതിയിലേക്ക് ഇതൊരു വയലന്റ് ടേണിലേക്ക് മൂവ്മെന്റ് മാറുകയാണ് ചെയ്തത്. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം, the first phase marked the wide scale disturbance in the country through strike and rallies. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിരുന്നു, അഹിംസയിൽ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ എന്ന് പറയുന്നത് പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ റാലികളും സ്ട്രൈക്കുകളും നടത്തിയിട്ടായിരുന്നു. റാലികളും സമരങ്ങളും നടത്തിയായിരുന്നു ജനങ്ങളെ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ. ആൻഡ് ദ സഡൻ അറ്റാക്ക് ബൈ ദ ഗവൺമെന്റ് made the people angry. Bombay people gathered and Gwalior tank and the mass meeting has been scheduled. പിന്നെ 9th ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ക്ലാഷസ് റിപ്പോർട്ടഡ് ഇൻ അഹമ്മദാബാദ്, പൂനെ. 10 ഓഗസ്റ്റ് 1942 ഹർത്താൽ, പ്രൊട്ടസ്റ്റ്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രൊസഷൻ വെയർ ഓർഗനൈസ്ഡ് in different parts, ഡൽഹി, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി ആൻഡ് പാട്ന. സോ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഈ ഒരു ആദ്യത്തെ കാലഘട്ടത്തിൽ ഹർത്താലുകളും ഡെമോൺസ്ട്രേഷൻസ്, റാലികള്, സ്ട്രൈക്കുകൾ എല്ലാം ഓർഗനൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട 1-2 വർഷങ്ങൾ വാല്യൂ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ എന്താണ്, അഹമ്മദാബാദ്, പൂനെയിൽ 9 ഓഗസ്റ്റിൽ ക്ലാഷസ് സംഭവിച്ചു. 10 ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഹർത്താൽ, ഡെമോൺസ്ട്രേഷൻ, പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് ഇൻ ഡൽഹി, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി ആൻഡ് പാട്ന. പാട്ന, വാരണാസി, പ്രയാഗ്രാജ്, ഡൽഹി, കാൺപൂരിലെല്ലാം 1942 ഹർത്താലുകളും റാലീസും എല്ലാം ഓർഗനൈസ് ചെയ്തു. ഓഗസ്റ്റ് 9 പൂനെയിലും അഹമ്മദാബാദിലും ക്ലാഷസുകൾ സംഭവിച്ചു. പിന്നീട് ബോംബെയിലും ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഗ്വാളിയയിലും ബോംബെയിലും എല്ലാം ജനങ്ങൾ ഈ പറഞ്ഞ കണക്ക് മൂവ്മെന്റ്, പീസ്ഫുൾ ആയിട്ട് മൂവ്മെന്റുകൾ ഓർഗനൈസ് ചെയ്തു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫേസിൽ. ഇനി കുറച്ചുകൂടെ പോയിന്റ് ഫസ്റ്റ് ഫേസിൽ വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ 11, 9, 10, 11 3 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 11 പറഞ്ഞാൽ മൂവ്മെന്റ് കുറച്ചുകൂടെ ക്ലാഷ് ആവുകയാണ് ചെയ്യുന്നത്. 11 തീയതി ആയപ്പോഴത്തേക്കും the Hartals, the mobs, they destroyed the building of the government and this period is known as Great August Uprising. Great August Uprising എന്നാണ് ഈ ഒരു ടൈം അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 9, 10, 11 ഈ 3 ദിവസങ്ങളിൽ, ഈ ഓഗസ്റ്റ് മാസത്തെ ഈ 3 ദിവസങ്ങളിൽ ഉണ്ടായ ഈ ഒരു മൂവ്മെന്റിനെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് 2 മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കും, ഗ്രേറ്റ് ഓഗസ്റ്റ് അപ്രൈസിംഗ്. So Great August Uprising, it is related with the Quit India movement, first phase. ഓഗസ്റ്റ് 9 പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ, അതായത് അഹമ്മദാബാദിലും പൂനെയിലും ക്ലാഷ് നടക്കുന്നു. ഓഗസ്റ്റ് 10 കാൺപൂർ, ഡൽഹി, പ്രയാഗ്രാജ്, വാരണാസി, പാട്ന എന്നിവിടങ്ങളിൽ ഹർത്താൽ, സ്ട്രൈക്ക്, ഡെമോൺസ്ട്രേഷൻസ് ഓർഗനൈസ് ചെയ്യുന്നു. ഓഗസ്റ്റ് 11 എന്ത് സംഭവിക്കുന്നു, ഈ ഹർത്താൽ, സ്ട്രൈക്കും എല്ലാം വയലന്റ് ആയിട്ട് മാറുന്നു. ജനങ്ങൾ ഗവൺമെന്റിന്റെ ബിൽഡിങ്ങിനെല്ലാം നശിപ്പിച്ചു കളയുന്നു, ആക്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു 9, 10, 11 ദിവസങ്ങളിൽ ഓഗസ്റ്റിൽ നടന്ന ഇതിനെല്ലാത്തിനും കൂടി ചേർത്തുകൊണ്ട് ഏത് രീതിയിൽ അറിയപ്പെടുന്നു, ഗ്രേറ്റ് ഓഗസ്റ്റ് അപ്രൈസിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതാണ് ഫസ്റ്റ് ഫേസ്.
ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും എന്താണ് സ്ട്രൈക്ക്, ഹർത്താല്, ഡെമോൺസ്ട്രേഷൻ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, വലിയ രീതിയിലുള്ള വയലന്റ് ആവുന്നില്ല. 11 മാത്രം, ഓഗസ്റ്റ് 11 മാത്രമാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് സംഗതി മാറുവാണ്. സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഒരു മിലിറ്റന്റ് നേച്ചർ ഓഫ് ദ മൂവ്മെന്റ്, ഒരു വയലന്റ് ടേണിലേക്ക് മൂവ്മെന്റ് മാറുകയാണ്. ഓഗസ്റ്റ് 11 ആയപ്പോൾ തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, അവർ ഗവൺമെന്റ് ഓഫീസുകളെല്ലാം തല്ലി തകർക്കാൻ തുടങ്ങി. സെക്കൻഡ് ഫേസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്റന്റ് നേച്ചർ, ഒരു എന്താണ് ഒരു 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 എക്സ്ട്രീമിസ്റ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് എന്ത് മാറുകയാണ്, മൂവ്മെന്റ് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ മാസീവ് സപ്പോർട്ട് ഫ്രം ദ സ്റ്റുഡൻസ്, വില്ലേജസ്, പെസൻസ് ആൻഡ് ദ വർക്കേഴ്സ് ക്യാൻ ബി സീൻ ദിസ് ഫേസ്. സോ സെക്കൻഡ് ഫേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെയും വർക്കേഴ്സിന്റെയും പെസൻസിന്റെയും സപ്പോർട്ട് വലിയ രീതിയിൽ വന്നു. സ്റ്റുഡൻസിന്റെയും വർക്കേഴ്സിന്റെയും പെസൻസ്, ഇത് മൂവ്മെന്റ് സ്റ്റുഡൻസ് വർക്കേഴ്സ് എന്ന് പറയുമ്പോഴേ ശ്രദ്ധിക്കണം. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ലെഫ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും. അതായത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സപ്പോർട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസും വർക്കേഴ്സും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സോ സ്റ്റുഡൻസിന്റെയും ആ ഒരു വർക്കേഴ്സിന്റെയും സപ്പോർട്ട് ഇതിലേക്ക് സെക്കൻഡ് ഫേസിലേക്ക് വരികയാണ്. വലിയ രീതിയിൽ ഇത് എന്താണ്, ഒരു വയലന്റ് ടേണിലേക്ക് മൂവ്മെന്റ് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സപ്രസ് ദ പബ്ലിക്കേഷൻ, ദ നാഷണൽ ഹെർലൻ ആൻഡ് ഹരിജൻ, ഈ രണ്ട് പത്രങ്ങളുടെയും എന്താണ് പബ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൽ ഹരിജൻ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ഒരു വീക്കിലിയാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ട് ചെയ്ത ഒരു പദ്ധതി. ഇന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെയാണ് അതിന്റെ ഇതിൽ ഒരു യങ് ഇന്ത്യ എന്നും പറഞ്ഞുള്ള ഒരു ഒരു ജേണലിന്റെ ഒരു കൊളാബറേഷൻ ആണ്. ഒരുപാട് പേരുമായിട്ട് ഒരു ജേണലിന്റെ ഗ്രൂപ്പ് ഓഫ് ജേർണലിസ്റ്റിന്റെ ഒരു പബ്ലിക്കേഷൻ ആണ്. ഇന്ന് രാഹുൽ ഗാന്ധിയാണ് അതിന്റെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഹരിജനൊക്കെ നിന്ന് പോയി. ഹരിജൻ മഹാത്മാഗാന്ധിയുടെ ഒരു പത്രമാണ്, ഒരു ആഴ്ച ഒരിക്കൽ ഇറങ്ങുന്ന ഒരു പത്രമാണ്. പിന്നീട് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു, ദ വില്ലേജ് ഇൻ റൂറൽ ഏരിയാസ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ദ പ്രൊട്ടസ്റ്റ്. റൂറൽ ഏരിയയിൽ പോലും എന്ത് സംഭവിച്ചു, വില്ലേജ് ഏരിയകളിലും പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 9th ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞാൽ പീപ്പിൾ പ്രൊട്ടസ്റ്റ് ബിക്കം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വയലന്റ് ആയി. ദേ എക്സ്പ്രസ്ഡ് വേരിയസ് വേ ടു എക്സ്പ്രസ് ദ റേഞ്ച്. അവർ പല രീതിയിൽ അവർ പ്രതിഷേധിച്ചു. ഒന്നെന്ന് പറഞ്ഞാൽ പീപ്പിൾ അറ്റാക്ഡ് പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, കോർട്ട്, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് അതർ ഗവൺമെന്റ് ബിൽഡിംഗ്സ്. അപ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം, അവരുടെ പ്രതിഷേധം പല രീതിയിൽ പുറത്തു വന്നു വെച്ചാൽ പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷനും കോടതികളും എല്ലാം ആക്രമിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ഗവൺമെന്റ് ബിൽഡിംഗ്. ഗവൺമെന്റ് ബിൽഡിങ്ങിന്റെ നേതൃത്വത്തിൽ ഫ്രണ്ടിൽ ബ്രിട്ടീഷ് ഫ്ലാഗ് മാറ്റിക്കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് അവർ ഉയർത്തിയാണ് ചെയ്തത്. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാല് വലിയ രീതിയിൽ ദ കൊളാപ്സ് ഓഫ് ദ ബ്രിഡ്ജസ് ആൻഡ് ടെലിഫോൺ ടെലിഗ്രാഫ് വയേഴ്സ് ഡിസ്കണക്റ്റഡ്. ടെലഗ്രാഫ് ലൈൻ, ടെലിഫോൺ ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു. റെയിൽവേ ട്രാക്കുകൾ നശിപ്പിക്കപ്പെട്ടു. ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ നശിപ്പിക്കപ്പെട്ടു. പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനുകളും ഗവൺമെന്റ് ഓഫീസുകളും എല്ലാം ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ സെക്കൻഡ് ഫേസിൽ നടന്നതാണ്. സെക്കൻഡ് ഫേസിൽ പരിപാടി വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. സ്കൂൾസ് ആൻഡ് കോളേജിൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വെന്റ് ഓൺ സ്ട്രൈക്ക്, സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്തു. പിന്നീടെന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ്, ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ദ പത്രികയും ന്യൂസ് പേപ്പേഴ്സും എല്ലാം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നീടെന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർഗ്രൗണ്ട് വർക്ക്സുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ദേ കോൾഡ് മെനി സ്ട്രൈക്ക് ഇൻ മെനി പ്ലേസസ്. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ സ്ട്രൈക്കുകൾ ഓർഗനൈസ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ മിൽ വർക്കേഴ്സ്, അഹമ്മദാബാദിൽ ഒരു മൂവ്മെന്റ്, ഒരു സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്തു. ബോംബെയിൽ എന്ന് പറഞ്ഞാൽ ദ വർക്കേഴ്സ് ഓൾസോ വെന്റ് സ്ട്രൈക്ക്. പിന്നീടെന്ന് പറഞ്ഞാൽ ബോംബെയിൽ, അഹമ്മദാബാദിൽ എന്നീ സ്ഥലങ്ങളിലെല്ലാം എന്താണ് വർക്കേഴ്സും മിൽ വർക്കേഴ്സും കോമൺ വർക്കേഴ്സും എന്താണ് സ്ട്രൈക്കുകൾ നടത്തുകയാണ് ചെയ്തത്. വലിയ രീതിയിലുള്ള അറസ്റ്റിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ഫേസിലെ മറ്റൊരു കാര്യം. പിന്നീടെന്ന് പറഞ്ഞാൽ പെസൻസിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞു, വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു. സ്റ്റുഡൻസ് വലിയ രീതിയിൽ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്തു. കോളേജുകളിലും സ്കൂളും എല്ലാം ഹർത്താലുകൾ ഓർഗനൈസ് ചെയ്തു. വലിയ രീതിയിൽ അവരുടെ ഐഡിയാസ് എല്ലാം അവർ പബ്ലിഷ് ചെയ്തു. അണ്ടർഗ്രൗണ്ട് വർക്കുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റുഡൻസിന്റെ കേസ്. വർക്കേഴ്സിന്റെ കേസ് ആണെങ്കിൽ ബോംബെയിലും അലഹബാദിലും എല്ലാം അവർ മില്ല് വർക്കേഴ്സും അല്ലാതെയുള്ള കോമൺ വർക്കേഴ്സ് എല്ലാം മൂവ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തു. അവര് വലിയ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തു. വർക്കേഴ്സിന്റെ കേസ് അങ്ങനെ. പിന്നീട് പെസൻസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പെസൻസിന്റെ ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് പെസൻസ് ഒരു 1 സെക്കൻഡ്.
ഓക്കെ, പെസൻസിന്റെ പോയിന്റ് വരുന്നതിന് മുമ്പ് തന്നെ 81 വീണ്ടും ആ ഒരു കോളേജ് സ്റ്റുഡൻസിന്റെ കേസ് തന്നെ പറയുന്നുണ്ട്. BSU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റുഡൻസ് ഓർഗനൈസ്ഡ് സ്ട്രൈക്ക്. അവർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസ് സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്തു. പല കുട്ടികളും അറസ്റ്റ് വരിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ ബീഹാർ UP പിന്നീടാണ് ഈ ഒരു പെസൻസിന്റെ കേസ് വരുന്നത്. പെസൻസിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ബീഹാർ UP തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം പെസൻസ് വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഓർഗനൈസ് ചെയ്തു. നേരത്തെ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു നോ ടാക്സ് ക്യാമ്പയിൻ, റെഫ്യൂസ് ടു പേ ടാക്സ് എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ അവർ ഫോളോ ചെയ്തു. അവരെന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ അവർ വിസമ്മതിച്ചു, ടാക്സ് പേ ചെയ്യാൻ അവർ വിസമ്മതിച്ചു. പിന്നീടെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഗവൺമെന്റ് ലോസ് ദ കൺട്രോൾ ഓവർ മെനി പ്ലേസസ്. ഗവൺമെന്റിന് പല സ്ഥലങ്ങളിലും അവരുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണം വിട്ടുപോവുകയും ഈ പറഞ്ഞ പ്രതിഷേധക്കാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു പല സ്ഥലങ്ങളും. പിന്നീടെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഒരു ബ്രിട്ടീഷുകാർക്ക് വലിയ രീതിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഡാമേജുകൾ വന്നിട്ടുള്ള ഒരു ടൈമായിരുന്നു. വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർ ആക്രമിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പല ആൾക്കാരും, പല ബ്രിട്ടീഷ് ഓഫീസേഴ്സും മിലിറ്ററി ഓഫീസേഴ്സിനും വലിയ രീതിയിൽ, എസ്പെഷ്യലി ബീഹാർ UP പോലുള്ള പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയും വലിയ രീതിയിൽ അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ബീഹാർ UP ആൻഡ് മേജർ സെൻട്രൽ പ്രോവിൻസ് ആൻഡ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ദ ബ്രിട്ടീഷേഴ്സ് ദേവർ അറ്റാക്ക്, അവർ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം സെക്കൻഡ് ഫേസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് പോയിന്റ് തന്നെ, ഫസ്റ്റ് വാല്യൂ പോയിന്റ് എഴുതേണ്ടത് വലിയ രീതിയിൽ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ടെററിസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ് സെക്കൻഡ് ഫേസിലേക്ക് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് വരികയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന്റെയും വർക്കേഴ്സിന്റെയും പെസൻസിന്റെയും വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഈ പറഞ്ഞ സെക്കൻഡ് ഫേസിൽ ഉണ്ടാവുകയാണ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഈ മൂവ്മെന്റ് അക്സെപ്റ്റ് ചെയ്തു. അവർ വലിയ രീതിയിലുള്ള സ്ട്രൈക്കുകളും എല്ലാം കോളേജുകളിലും ഓർഗനൈസ് ചെയ്തു. പിന്നീടെന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വർക്കുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. അവർ പല പബ്ലിക്കേഷൻസും പല അവരുടെ ഐഡിയാസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നീട് വർക്കേഴ്സ് പറയുന്നത് അലഹബാദിലും ഈ ബോംബെയിലും എല്ലാം വർക്കേഴ്സ് സ്ട്രൈക്കുകൾ ഓർഗനൈസ് ചെയ്തു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അവർ ഈ പറഞ്ഞ സ്ട്രൈക്കുകൾ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം വാല്യൂ പോയിന്റ് ആയിട്ട് എഴുതാം. പിന്നെ പറഞ്ഞാൽ പെസൻസിന്റെ കാര്യമാണെങ്കിൽ പെസൻസ് എന്താണ് നോ പേ റെഫ്യൂസ് ടു പേ ദ ടാക്സ്, ടാക്സ് പേ ചെയ്യാൻ അവർ റെഫ്യൂസ് ചെയ്തു. വലിയ രീതിയിൽ ഗവൺമെന്റിന് എന്ത് ചെയ്തു, അവരെതിർക്കുകയും ഗവൺമെന്റിന്റെ കൺട്രോൾ ലോസ്റ്റ് സോ മെനി പ്ലേസസ്, ഗവൺമെന്റിന്റെ പല പ്രദേശങ്ങളിൽ അവരുടെ കൺട്രോൾ നഷ്ടമാവുകയാണ് ചെയ്തത്. പിന്നീട് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സോ മെനി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വൗണ്ടഡ്, ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ടി വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു ഈ പറഞ്ഞ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, എസ്പെഷ്യലി UP ബീഹാർ പോലുള്ള പ്രദേശങ്ങൾ. പിന്നീട് വരുമ്പോൾ തേർഡ് ഫേസിലേക്ക് വരികയാണ്. ലാസ്റ്റ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പിന്നീടെന്ന് പറഞ്ഞാൽ ദ തേർഡ് ഫേസ് വാസ് ദ മൂവ്മെന്റ് വാസ് മാർക്ക് ദ ഫോർമേഷൻ ഓഫ് സെവറൽ ലോക്കൽ ഗവൺമെന്റ് ആൻഡ് ദ അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും സെവറൽ ഫോർമേഷൻ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻ. ലോക്കൽ ഗവൺമെന്റ്, അത് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്നുണ്ട്. ലോക്കൽ ഗവൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പലതരത്തിലുള്ള, നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിൽ ഗവൺമെന്റിന് അവരുടെ അധികാരം നഷ്ടമായി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ കൺട്രോൾ നഷ്ടമായി. ആ പ്രദേശങ്ങളിൽ പ്രതിഷേധക്കാരുടെ നിയന്ത്രണത്തിലായി. ഈ പ്രതിഷേധക്കാരുടെ നിയന്ത്രണത്തിലായപ്പോഴത്തേക്കും അവിടെ ഒരു ലീഡർ വരികയും അവിടെ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഗവൺമെന്റ് സെറ്റപ്പ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭരണം, അവർ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് അവരൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ സെറ്റപ്പ് ചെയ്യുകയും ചെയ്തു. ചിലയിടത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. ഒരു 3-4 വർഷമൊക്കെ ആ ഒരു ഗവൺമെന്റ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. 1942 സെറ്റപ്പ് ചെയ്ത് 45 വരെ ആ ഒരു ടെമ്പററി ഗവൺമെന്റ് തന്നെ കൺട്രോൾ ചെയ്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ടെമ്പററി ഗവൺമെന്റിന്റെ ഫോർമേഷൻ ഈ ഒരു തേർഡ് ഫേസിന്റെ പ്രത്യേകതയാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ സെവറൽ ലോക്കൽ ഗവൺമെന്റ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻ. നേരെ അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു മെയിൻ. അവർ പലതരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസും ഈ ടൈമിൽ നടപ്പിലാക്കി. പ്രത്യേകിച്ച് അത് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഉണ്ട് അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ്. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിനെ പറ്റിയിട്ടൊക്കെ നെക്സ്റ്റ് യൂണിയനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് പറയുന്നത് റാം മനോഹർ ലോഹ്യ, അരുണ അസഫ് അലി, JB കൃപാലിനി തുടങ്ങിയ ആൾക്കാരുടെ പേര്. അരുണ അസഫ് അലി എന്നുള്ള ഒരു ലേഡി, പിന്നെ റാം മനോഹർ ലോഹ്യ, കൃപാലിനി തുടങ്ങിയ നേതാക്കന്മാരായിരുന്നു ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചതെന്ന് പറയുന്നു. ഓക്കെ, പിന്നീട് ഇങ്ങനത്തുള്ള അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ് വേർ ആക്റ്റീവ് ഇൻ ബോംബെ, പൂനെ, സത്താര, ബറോഡ, ഗുജറാത്ത് ആൻഡ് കേരളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. അപ്പൊ കേരള, സത്താര, ബോംബെ, ഗുജറാത്ത്, ബറോഡ എന്നിവിടങ്ങളിലെല്ലാം ഇങ്ങനത്തുള്ള അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻസ് വളരെ ശക്തമായിരുന്നു. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാൽ
These socialist-led group, these leaders were underground groups, kept their spiritual national movement through their activities all over the country. ഇവരുടെ ആക്ടിവിറ്റിയിലാണ് ഇവരുടെ ഒരു നാഷണൽ മൂവ്മെന്റ് ഇവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മൂവ്മെന്റ്, സഡൻ ആയിട്ടുള്ള മൂവ്മെന്റുകൾ ഓർഗനൈസ് ചെയ്യുക, പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട്, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ടൈം ബ്രിട്ടീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് പോലും പല രീതിയിൽ ഇവർ ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ദ അണ്ടർഗ്രൗണ്ട് പാറ്റേൺ ഓഫ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പാറ്റേൺ ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്ലോഷൻ ഓഫ് ബ്രിഡ്ജസ്, കട്ടിംഗ് ടെലിഫോൺ വയേഴ്സ് ആൻഡ് എന്താണ് ടു ഡാമേജ് ദ ട്രാക്സ്, റെയിൽവേ ട്രാക്കുകൾ ഡാമേജ് ചെയ്യുക, ടെലഗ്രാം ലൈൻ കട്ട് ചെയ്യുക, ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യുക, പിന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബ്രിഡ്ജുകൾ കൊളാപ്സ് ചെയ്യുക, ബ്രിഡ്ജുകളെല്ലാം തട്ടി നശിപ്പിച്ച് കളയുക. ഇങ്ങനത്തുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട, അവരെ ബ്രിട്ടീഷുകാരുടെ കമ്മ്യൂണിക്കേഷൻ മാക്സിമം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. പിന്നെന്ന് പറഞ്ഞാൽ ദ അറ്റാക്ട് ദ പോലീസ്, ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആൻഡ് പോലീസ് ഇൻഫോർമേഴ്സ്. പിന്നെ പറഞ്ഞാൽ ഈ പബ്ലിക്കേഷൻസ്, ചെറിയ അവരുടേതായിട്ടുള്ള ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള പബ്ലിക്കേഷൻസ് വലിയ രീതിയിൽ, ലഘുലേഖകളുടെ വിതരണം കേട്ടില്ല, ലഘുലേഖകളുടെ വിതരണം ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ നടക്കുകയുണ്ടായി. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് അപ്പ് കോൺഗ്രസ് റേഡിയോസ്, അവരെന്ന് പറഞ്ഞാൽ റേഡിയോ സ്റ്റേഷൻ തന്നെ ഓപ്പൺ ചെയ്തു ഫോർ കമ്മ്യൂണിക്കേഷൻ. അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു റേഡിയോ സിസ്റ്റം അവർ ഓപ്പറേറ്റ് ചെയ്തു. ദ കോൺഗ്രസ് റേഡിയോ കണ്ടിന്യൂഡ് ചെയ്തത് നവംബർ 1942, ഓഗസ്റ്റ് തുടങ്ങി നവംബർ 42 വരെ ഈ ഒരു റേഡിയോയിലൂടെ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തെന്നാണ് പറയുന്നത്. 1943 ആയപ്പോഴത്തേക്ക് ദ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ചേഞ്ച് ആവുകയാണ് ചെയ്തത്. ഗാന്ധിജി ഡിസൈഡഡ് ടു ഫാസ്റ്റ് ഓൺ 10th February ഇൻ ജയിൽ. മഹാത്മാഗാന്ധി ഫാസ്റ്റ് അണ്ടു ഡെത്ത്, മരണം വരെ നിരാഹാരം എന്നൊരു ഗാന്ധിയുടെ നിലപാട് ഫെബ്രുവരി 1943 വരികയാണ്. അതെന്ന് പറഞ്ഞാൽ 21 ദിവസത്തെ നിരാഹാരം. ഗാന്ധിജി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു, ഗാന്ധിജി ഇതിനു മുമ്പ് ഫാസ്റ്റ് ആൻഡ് ഡെത്ത് നടത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞാൽ ഈ ഡോക്ടർ BR അംബേദ്കറുമായിട്ടുള്ള ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞു ഡോക്ടർ BR അംബേദ്കറുമായിട്ട് ഒരു എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം, അതിൽ ഡോക്ടർ അംബേദ്കറുമായിട്ടുള്ള ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് മഹാത്മാഗാന്ധി ഫാസ്റ്റ് ആൻഡ് ഡെത്ത് എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ ഡോക്ടർ BR അംബേദ്കർ കോംപ്രമൈസ് ചെയ്യുകയും ഗാന്ധിയായിട്ടൊരു ഇതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുകയും ചെയ്തു. ഓക്കെ, പൂനെ പാക്ട്. പിന്നീട് വീണ്ടും വരുന്നതാണ് ഈ പറഞ്ഞ ഫാസ്റ്റ് ആൻഡ് ഡെത്ത് എന്നുള്ള ഒരു ഇതിലേക്ക് മഹാത്മാഗാന്ധി 1943 ഫെബ്രുവരിയിൽ വരികയാണ്. പിന്നീട് പറഞ്ഞാൽ ഗാന്ധിയുടെ ഫാസ്റ്റ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു നിലപാട്, ആ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുകയാണ്. സോ വലിയ രീതിയിലുള്ള ഹർത്താല്, ഡെമോൺസ്ട്രേഷൻസ്, സ്ട്രൈക്കുകളെല്ലാം വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഇതിൽ മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ രീതിയിലും ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ടൈമിൽ മഹാത്മാഗാന്ധിയുടെ നിലപാട് വളരെ ശ്രദ്ധയാണ്. കാരണം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് രീതിയിൽ വലിയ രീതിയിൽ വയലൻസ് ഉണ്ടെങ്കിലും മഹാത്മാഗാന്ധി വയലൻസിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു നിലപാട് ഗാന്ധി ഈ ഒരു ടൈമിൽ എടുക്കേണ്ടത്. കാരണം ഗാന്ധി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയലൻസിനെ വന്നപ്പോഴത്തേക്കും ഗാന്ധി പറഞ്ഞു ഈ വയലൻസ് ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കിയ വയലൻസ് ആണെന്നായിരുന്നു ഗാന്ധിയുടെ ഒരു അഭിപ്രായം. ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ഇത്രയധികം വയലന്റ് ആക്കിയത്, ഈ മൂവ്മെന്റ് ഇത്രയും വയലന്റ് ആക്കിയത് ബ്രിട്ടീഷുകാരാണെന്നുള്ളൊരു നിലപാടിലേക്ക് ഗാന്ധി എത്തുകയും ചെയ്തു. ഓക്കെ, സോ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഗാന്ധിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റും എല്ലാം വലിയ രീതിയിൽ ജനങ്ങൾക്ക് പ്രചോദനമായി വലിയ രീതിയിലുള്ള ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് തന്നെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീടെന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ഒരു നിലപാടും ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഇന്ത്യക്ക് ഔട്ട്സൈഡ് ആയിട്ട് കുറച്ച് മാഞ്ചസ്റ്റർ ഗാർഡിയൻ, ദ ന്യൂ സ്റ്റേറ്റ്സ്മാൻ നേഷൻ, ന്യൂസ് ക്രോണിക്കൽ, ചിക്കാഗോ സൺ, ആ ന്യൂസ് പേപ്പറിന്റെ പേരൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനത്തുള്ള ന്യൂസ് പേപ്പറുകളും ഇത് വലിയ രീതിയിൽ വാർത്താവുകയും ചെയ്തു. ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ വാർത്തകൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഔട്ട്സൈഡ് ദ ഇന്ത്യ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, പിന്നീട് പറഞ്ഞാൽ ഓൾ ലീഡേഴ്സ് കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ ഡൽഹി ഫെബ്രുവരി 19-20 1943 ഓൾ ലീഡേഴ്സ് കോൺഫറൻസ്, എല്ലാ പാർട്ടിക്കാരുടെ ലീഡേഴ്സിന്റെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. ആൻഡ് ദ കോൺഫറൻസ് ഡിമാൻഡഡ് ദ റിലീസ് ഓഫ് ഗാന്ധി ജയിലിലാണ് സത്യാഗ്രഹം നടന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഗാന്ധിയുടെ ഒരു റിലീസ് അവർ ഡിമാൻഡ് ചെയ്തു. പിന്നീട് എന്ന് പറഞ്ഞാല് പിന്നീട് ഗാന്ധിയുടെ ഡിമാൻഡിൽ ഗാന്ധി അവർ റിലീസ് ചെയ്യുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പല ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു വിജയമായിരുന്നു പറയാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വലിയൊരു വിജയമായിരുന്നു. കാരണം വലിയൊരു വിജയം എന്ന് പറയുന്നതല്ല, പല ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് സക്സസ് ആയിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക്, ബ്രിട്ടീഷുകാർക്ക് ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് ഫീലിംഗ് വലിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സഹായിച്ചു എന്നുള്ളതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റോട് കൂടിയിട്ടാണ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് വെച്ചാൽ അല്ല. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ അതിന്റെ ഒരു പരാജയത്തിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വലിയ രീതിയിൽ സഹായിച്ചെങ്കിലും അത് ഒരു പരാജയമാവാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊരു ലീഡർലെസ് മൂവ്മെന്റ് ആയിട്ട് പിന്നീട് മാറുകയും ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോപ്പ് ലീഡേഴ്സ്, ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ ലീഡേഴ്സും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഇതൊരു ലീഡർമാരില്ലാതെ ഈ ഒരു മൂവ്മെന്റ് അനാഥപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇതൊരു രീതിയിലേക്ക് മാറുന്നത്, ഒരു പരാജയപ്പെട്ട മൂവ്മെന്റിലേക്ക് ഇത് മാറുന്നു. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. പക്ഷെ എന്നാലും വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് ഇതൊരു ആന്റി ഇമ്പീരിയലിസ്റ്റ് ഫീലിങ്സ് ഇന്ത്യക്ക് പുറത്തും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് വലിയ രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒരു 10 മാർക്കിന്റെ എസ്സേ കൺഫേം ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്നെങ്കിൽ അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. എക്സ്പ്ലെയിൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നൊരു ചോദ്യം വന്നാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്തിന്റെ ബേസിലാണ്? 3 കാരണങ്ങൾ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യാനുണ്ടായ 3 കാരണങ്ങൾ എഴുതാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധി ഡയറക്ഷൻ, ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ, കുട്ടികളോടുള്ള നിർദ്ദേശങ്ങൾ, പസൻസിനോടുള്ള നിർദ്ദേശങ്ങൾ, വർക്കേഴ്സിനോടുള്ള നിർദ്ദേശങ്ങൾ, പിന്നീട് ഈ പറഞ്ഞ പോലെ കാര്യത്താണ് ഗവൺമെന്റ് സർവൻസിനോടുള്ള നിർദ്ദേശങ്ങൾ, രാജാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ, ജനങ്ങളോടുള്ള നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ എഴുതാം. പിന്നീട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് 3 ഫേസുകൾ. ഒന്നാമത്തെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടും ഹർത്താലുകൾ, ഡെമോൺസ്ട്രേഷൻ, ഓഗസ്റ്റ് 9, 10, 11 എവിടെയെല്ലാം ഡെമോൺസ്ട്രേഷൻ, ഹർത്താൽ നടത്തി എന്നുള്ളത് ക്ലിയർ ആയി എഴുതുക. പിന്നീട് വരുന്ന രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മിലിറ്റന്റ്, ഒരു എക്സ്ട്രീമിസ്റ്റ് വയലന്റ് ടേണിലേക്ക് മൂവ്മെന്റ് മാറുകയാണ് ചെയ്യുന്നത്. വയലന്റ് ടേണിലേക്ക് മൂവ്മെന്റ് മാറുമ്പോൾ വലിയ രീതിയിലുള്ള പെസൻസിന്റെയും വർക്കേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടാകുന്നു. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പറഞ്ഞാൽ സ്റ്റുഡൻസ് എവിടെയൊക്കെയാണ് മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്തത്? അവർ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്തു. സ്കൂൾസിലും കോളേജസിലും വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഓർഗനൈസ് ചെയ്തു. പെസൻസ് എന്ന് പറഞ്ഞാൽ നോ റവന്യൂ, അവര് പേയ്മെന്റ് ടാക്സ് പേ ചെയ്തില്ല. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബോംബെയിലും അലഹബാദിലും മൂവ്മെന്റുകൾ ഓർഗനൈസ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ബ്രിട്ടീഷുകാർക്ക് വലിയ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഇത്രയും വാല്യൂ പോയിന്റ്, 4-5 വാല്യൂ പോയിന്റ് എഴുതുമ്പോൾ പോയിന്റ് കംപ്ലീറ്റ് ആയി. ചറവറ കിടക്കുന്നതല്ല അതേപോലെ എഴുതാതെ വാല്യൂ പോയിന്റുകൾ സെലക്ട് ചെയ്ത് എഴുതാന്നുള്ളൂ. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു മൂന്നാമത്തെ ഫേസ്? മൂന്നാമത് പറഞ്ഞാൽ ടെമ്പററി ഗവൺമെന്റുകൾ സെറ്റപ്പ് ചെയ്തു, അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻ പ്രധാനപ്പെട്ട നേതാക്കന്മാര് അരുണ അസഫ് അലി ഉണ്ടായിരുന്നു, റാം മനോഹർ ലോഹ്യ ഉണ്ടായിരുന്നു, പിന്നീടെന്ന് പറഞ്ഞാൽ കൃപാലിനി ഉണ്ട്. 3 പേരാണ്. അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം കംപ്ലീറ്റ് ഡാമേജ് ആക്കുക, റെയിൽവേ തകർക്കുക, ടെലഗ്രാം ലൈൻ കട്ട് ചെയ്യുക, ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യാൻ, പിന്നെ പാലങ്ങൾ നശിപ്പിക്കുക, ബ്രിഡ്ജുകളെല്ലാം നശിപ്പിച്ചത്, ഇതൊക്കെയായിരുന്നു അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പബ്ലിക്കേഷൻസ്, റേഡിയോ സർവീസ് വരെ സ്റ്റാർട്ട് ചെയ്തു. ജനങ്ങളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. പ്രധാനപ്പെട്ട അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പൂന, സത്താര, ബറോഡ, ഗുജറാത്ത്, കേരള എന്നിടങ്ങളായിരുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ അടുത്ത വാല്യൂ പോയിന്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന പറഞ്ഞാൽ ഗാന്ധിയുടെ ഒരു തേർഡ് ഫേസിലാണ് ഗാന്ധിയുടെ ഫാസ്റ്റ് ആൻഡ് ഡെത്ത്. ജയിലിൽ വെച്ച് ഗാന്ധി ഫെബ്രുവരിയിൽ ജയിലിൽ വെച്ച് മരണം വരെ നിരാഹാരം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്നത്. പിന്നെ ഈ ഒരു വയലന്റ് ടേണിലേക്ക് മാറാൻ കാരണം ബ്രിട്ടീഷുകാരുടെ നിലപാടാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി വന്നതോടുകൂടിയിട്ട് ജനങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ഹർത്താൽ, സ്ട്രൈക്കുകൾ, റാലീസ് ഓർഗനൈസ് ചെയ്യുന്നു. ഇന്ത്യക്ക് പുറത്തും പല മാഗസിനുകളിലും പല പത്രങ്ങളിലും ഈ വാർത്തയാകുന്നു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാർത്തയാണ്. അതായത് ന്യൂ സ്റ്റേറ്റ്മാൻ, നേഷൻ, പിന്നെ ന്യൂസ് ക്രോണിക്കൽ, ചിക്കാഗോ സൺ, മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് പേപ്പറുകളിൽ ഇത് വലിയ വാർത്തയായിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇമ്പീരിയലിസം ആ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ സാധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പാരലൽ ഗവൺമെന്റിന്റെ സെറ്റപ്പ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തേർഡ് ഫേസിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ് പാരലൽ ഗവൺമെന്റിന്റെ സെറ്റപ്പ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, പാരലൽ ഗവൺമെന്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാരലൽ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നത്? വൺ ഓഫ് ദ മേജർ സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ദ എമർജൻസ് ഓഫ് പാരലൽ ഗവൺമെന്റ്. പാരലൽ ഗവൺമെന്റ് സെറ്റപ്പ് എന്താണ്? ഈ പാരലൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലുള്ള ഒരു സ്ഥലം. അവിടെ ഈ പ്രതിഷേധം കാരണം, പ്രക്ഷോഭം കാരണം ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. ആ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ ടെമ്പററി ആയിട്ട് ഒരു ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നു, ടെമ്പററി ആയിട്ട് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അതിനെയാണ് പാരലൽ ഗവൺമെന്റ് എന്നും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് പലയിടങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് അവരുടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യമുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ 90% ശ്രദ്ധ സെക്കൻഡ് വേൾഡ് വാറിലാണ്, 10% ശ്രദ്ധയൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയത്. അല്ലെങ്കിൽ അവർ അത് അപ്പോഴേ കൺട്രോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? പാരലൽ ഗവൺമെന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 1-2 പാരലൽ ഗവൺമെന്റിനെ പറ്റി പറയുന്നുണ്ടേ.
ഈസ്റ്റേൺ UP-യിൽ ഒരെണ്ണം 1942. ചിറ്റു പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഒരെണ്ണം ബിന്ദാപൂർ ഡിസ്ട്രിക്റ്റിൽ ബംഗാളിൽ. പിന്നെ എന്ന് പറഞ്ഞാല് ജദിയ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 1942 ഒരെണ്ണം. പിന്നെ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് മഹാരാഷ്ട്രയിൽ എന്ന് പറഞ്ഞാല് ലോങ്സ്റ്റ് ആൻഡ് എഫക്റ്റീവ് പാരലൽ ഗവൺമെന്റ്. ലോങ്സ്റ്റ് ആൻഡ് എഫക്റ്റീവ് പാരലൽ ഗവൺമെന്റ് സത്താരയിൽ മഹാരാഷ്ട്രയിൽ ഫോം ചെയ്തു. അതെന്ന് പറഞ്ഞാല് നെയിംഡ് എന്ന് പറഞ്ഞാല് ഒരു പ്രതി സർക്കാർ നാനി പാട്ടിലാണ് അവിടെ ഫോം ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞാല് ദേ സെറ്റ് ദ വില്ലേജ് ലൈബ്രറി ആൻഡ് ദ പ്രതി സർക്കാർ കണ്ടിന്യൂ ടു ഫംഗ്ഷൻ ടിൽ 1945. 1945 വരെ പാരലൽ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്തെന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിൽ സത്താരയിൽ ഉണ്ടായ പാരലൽ ഗവൺമെന്റ്. ഓക്കെ, സോ അത് അങ്ങനെ പറയണം. പാരലൽ ഗവൺമെന്റ് പലയിടത്ത് ഫോം ചെയ്തു. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് നിന്നത് സത്താരയിലാണ്. പ്രതി സർക്കാർ 45 വരെ ആ ഒരു ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ മൂവ്മെന്റിലേക്കുള്ള പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു? അത് ഓൾറെഡി നമ്മൾ അതിന്റെ സ്പ്രെഡ് ഓഫ് ദ മൂവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു സ്റ്റുഡൻസ് എങ്ങനെയായിരുന്നു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ പെസൻസ് എങ്ങനെയാണ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തത്, വർക്കേഴ്സ് എങ്ങനെയാണ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ദ മാസ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. വലിയ രീതിയിലുള്ള പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ദ യൂത്ത്, വുമൺ, എസ്പെഷ്യലി കോളേജ് ആൻഡ് സ്കൂൾ ഇമ്പോർട്ടൻറ്റ് റോൾ. സോ സ്റ്റുഡൻസും ഗേൾസ്, എസ്പെഷ്യലി ഗേൾസ്, സ്റ്റുഡൻസ്, യൂത്ത് എല്ലാവരും വലിയ രീതിയിലുള്ള റോള് വഹിച്ചു. പ്രധാനമായിട്ട് അരുണ അസഫ് അലി, സുജാത കൃപാലിനി തുടങ്ങിയ വുമൺ ലീഡേഴ്സ് ഇതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. സുജാത കൃപാലിനിയും അരുണ അസഫ് അലി പോലുള്ള വുമൺ ലീഡേഴ്സ് ഇതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് റേഡിയോ, നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ദേ സ്റ്റാർട്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ പീപ്പിൾ ആൻഡ് സ്പ്രെഡ് ദെയർ ഐഡിയാസ്. അവരുടെ ഐഡിയാസ് അവർ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. പിന്നീടെന്ന് പറഞ്ഞാൽ ദ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു. ബോംബെയിൽ ആൻഡ് അലഹബാദ് ദേ ഓർഗനൈസ്ഡ് സ്ട്രൈക്ക്, ദേ ഓർഗനൈസ്ഡ് ദ മൂവ്മെന്റ്. One second. Okay. So workers' participation in the movement also very prominent. They called strike and hartal. ഹർത്താലും സ്ട്രൈക്കും അവർ ഓർഗനൈസ് ചെയ്തു. വലിയ രീതിയിൽ ഹർത്താലും സ്ട്രൈക്കും അവർ ഓർഗനൈസ് ചെയ്തു. ഒരു സെക്കൻഡ്. സോ ദ ഓർഗനൈസ്ഡ് സ്ട്രൈക്ക്. പിന്നീടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ബംഗാൾ, മഹാരാഷ്ട്ര, ആന്ധ്ര, ഗുജറാത്ത്, കേരള പെസൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ദ മൂവ്മെന്റ്. കേരളയിലും ആന്ധ്രയിലും ഗുജറാത്തിലും ബംഗാളിലും എല്ലാം പെസൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്, കർഷകർ വലിയ രീതിയിൽ മൂവ്മെന്റിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ, ദ ലോവർ ലെവൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് പോലീസ് സപ്പോർട്ട് ദ മൂവ്മെന്റ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, ഷെൽട്ടർ, മോണിറ്ററി സപ്പോർട്ട്. സോ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ പോലീസുകാരും ഇതിനെ സപ്പോർട്ട് ചെയ്തു. അവരെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് മൂവ്മെന്റിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിം മാസസ് ആൻഡ് ദ മുസ്ലിം ലീഗ് ഇൻ ദ മൂവ്മെന്റ് വാസ് മിയർ. സോ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ മിയർ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ. വൺ സെക്കൻഡ്. പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസിന്റെ പാർട്ടിസിപ്പേഷനും ഈ ഒരു മൂവ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി, നമുക്കറിയാലോ 1942 എന്ന് പറയുമ്പം ആ ഒരു സെപ്പറേറ്റ് നേഷന്റെ ഒരു ഡിമാൻഡ് ഉയർന്നു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പല രീതിയിലും ഒരു തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു ടൈമായിട്ട് കൂടി വലിയ രീതിയിലുള്ള ക്ലാഷസുകളൊന്നും ഇല്ലാതെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഒരു കമ്മ്യൂണൽ ക്ലാഷസ് ഇല്ലാതെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ട് ഇറ്റ് ഈസ് ഓൾസോ നോട്ടബിൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിസിപ്പേഷനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടും ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഓക്കെ, സോ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മൂവ്മെന്റ്, സ്പ്രെഡ് ഓഫ് ദ മൂവ്മെന്റ്. ഒരു എസ് ഐക്ക് ഒരു 10 മാർക്കിന്റെ എസ് എന്ന് പറയുമ്പോൾ 10 വാല്യൂ പോയിന്റ്, 10-15 വാല്യൂ പോയിന്റ് യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, സോ നമ്മൾ അതിന്റെ വൈ ദ സ്റ്റാർട്ട് ദ മൂവ്മെന്റ്, പിന്നെ ത്രീ ഫേസസ്, പിന്നെ ഈ പറഞ്ഞ സ്പ്രെഡ് ഓഫ് ദ മൂവ്മെന്റിനെ പറ്റിയിട്ട് ഒരു 3 പോയിന്റ്. പെസൻസ് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, വർക്കേഴ്സ് എങ്ങനെയായിരുന്നു, സ്റ്റുഡൻസ് എങ്ങനെയായിരുന്നു, ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ദ മുസ്ലിം ലീഗിന്റെ പാർട്ടിസിപ്പേഷൻ ആൻഡ് ദെയർ സപ്പോർട്ട്. അതുകൊണ്ട് എഴുതുമ്പോഴത്തേക്ക് എന്താണ്
ഏകദേശം ഒരു 10 വാല്യൂ പോയിന്റ് 11 വാല്യൂ പോയിന്റ് ആവും. സിഗ്നിഫിക്കൻസ് ഓഫ് ദ മൂവ്മെന്റ്. ഗാന്ധിന മെയ് 6, 1944 ഗാന്ധിന ജയിലിൽ നിന്ന് മോചിതമാക്കുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ, അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആണ്. പിന്നീട് ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ സിഗ്നിഫിക്കൻസ് ആയി. ആ ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ, പെസൻസ്, സ്റ്റുഡൻസ് ആൻഡ് ദ വർക്കേഴ്സ്, ദേ പാർട്ടിസിപ്പേറ്റ് ദ മൂവ്മെന്റ്. പിന്നീട് ആന്റി ഇമ്പീരിയൽ ഫീലിംഗ്സ് ക്രിയേറ്റ് ചെയ്തു. ആ പോയിന്റുകളെല്ലാം എഴുതുമ്പോൾ തന്നെ എന്താണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിക്കോളും. പിന്നീട് 1945 ഒരു വേവൽ പ്ലാൻ എന്നും പറഞ്ഞ് ഒരെണ്ണം കിടപ്പുണ്ട്. 1945 അതെന്താണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്? അതിന്റെ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ 1945 സെക്കൻഡ് വേൾഡ് എൻഡ് ചെയ്തതിന് ശേഷം ഹിന്ദു മുസ്ലിംസിന്റെ ഒരു എന്താണ് ഡ്യൂറിംഗ് ദ ടൈം ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ദാറ്റ് ഇൻക്രീസ്ഡ് ആൻഡ് ദ ഗ്രേറ്റ് ഫെമൈൻ ഇൻ ബംഗാൾ. 1945 ബംഗാളിലെ ഗ്രേറ്റ് ഫെമൈൻ ആൻഡ് ദ ഹിന്ദു മുസ്ലിംസിന്റെ എന്താണ് അവരുടെ ഒരു ഡിമാൻഡ്, അവർക്ക് സെപ്പറേറ്റ് നേഷൻ വേണമെന്നുള്ള മുസ്ലിംസിന്റെ ആവശ്യം, അതിനെതിർത്തുകൊണ്ടുള്ള ഹിന്ദുസിന്റെ അല്ലെങ്കിൽ അതിനെതിർത്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ആവശ്യം. സോ ഒരു വലിയ രീതിയിൽ എന്താണ് ഒരു വല്ലാത്തൊരു ക്ലൈമറ്റിലേക്ക്, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇന്ത്യൻ നാഷണലിസം മാറുന്ന ഒരു ടൈമാണ് 1945 എന്ന് പറയുന്നത്. ഓക്കെ, സോ 1944 മുഹമ്മദ് അലി ജിന്ന ആൻഡ് മഹാത്മാഗാന്ധി മെറ്റ് ആൻഡ് ദ മീറ്റിംഗ് ഡിഡ് നോട്ട് ലീഡ് എനി റെസൊല്യൂഷൻ. മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്ന 1944 കണ്ട് ഒരു മീറ്റിംഗ് നടന്നെങ്കിലും ഈ മീറ്റിംഗിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം ആഫ്റ്റർ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ മുസ്ലിം ലീഗിന്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ക്ലാഷുകളൊന്നും ഇല്ലാതെ പോയി. പക്ഷെ 44-45 കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം ക്ലാഷസ് കൂടുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. സോ ഈ ഒരു ടൈമിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ദ ലോർഡ് വേവൽ ടു ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ, ദേ സെൻഡ് ദ അപ്പോയിന്റ് ലോർഡ് വേവൽ ടു ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ. ലോർഡ് വേവലിനെ വൈസ്രോയ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആ ടൈമിലാണ്. So Lord Wavell working as a chief of the Indian army and therefore understood the Indian situation. അയാൾ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിറ്റുവേഷൻ, ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളും ഈ സിറ്റുവേഷൻസ് എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഓക്കെ, at the first he released the members of the Congress working committee arrested during the Quit India movement. വൈസ്രോയെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ടൈമിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇന്ത്യൻസിനെയും അല്ലെങ്കിൽ ലീഡേഴ്സിനെയും റിലീസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്, വേവൽ പ്ലാന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹി വിസിറ്റഡ് ലണ്ടൻ ആൻഡ് ഡിസ്കഷൻ ടു സൊല്യൂഷൻ ദ ഇഷ്യൂസ് ബിറ്റ്വീൻ ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഇഷ്യൂസ് അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിന്റെ സമയത്ത് എടുക്കുകയുണ്ടായി. ആൻഡ് ദ വേവൽ ഡിസൈഡഡ് ടു present a formula which was acceptable for both the parties. So ഹിന്ദുസിനും മുസ്ലിംസിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി വേവൽ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. അതാണ് വേവൽ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് 84 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ആ പാരഗ്രാഫ്. പക്ഷെ ഏതെങ്കിലും ഒരു ആദ്യത്തെ 3 പാരഗ്രാഫ് വായിച്ചാൽ മതി, റിമൈനിങ് 2 പാരഗ്രാഫ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വേവൽ പ്ലാന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് ന്യൂ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇതിനകത്തൊന്ന് ഇൻക്ലൂഡിങ് ദ ഇന്ത്യൻസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ കൗൺസിൽ വന്നിട്ട്, എക്സിക്യൂട്ടീവ് കൗൺസിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഒന്ന് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ക്രിപ്സ് മിഷനിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കൗൺസിൽ there will be equal representation of Hindus and Muslims. ഹിന്ദുസിനും മുസ്ലിംസിനും ഈക്വൽ റെപ്രസെന്റേഷൻ കൗൺസിലിൽ കൊടുക്കും എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രൊപ്പോസൽ. 3 എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും, അതായത് ഫിനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹോം അഫയേഴ്സ്, ഇതിനകത്തെല്ലാം ഇന്ത്യൻസിനെ തന്നെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഇന്ത്യൻസിനെ തന്നെ അതിനകത്ത് അപ്പോയിന്റ് ചെയ്യുന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറഞ്ഞാൽ. പിന്നീട് ഡിഫൻസ് ഓഫ് ഇന്ത്യ വുഡ് ബി ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടീഷ്. ഡിഫൻസിന്റെ ചുമതല ബ്രിട്ടീഷുകാർക്ക് തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഇന്റേണൽ അഫയേഴ്സ്, ഫിനാൻസ്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് തന്നെ വിട്ടുകൊടുക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെന്ന് പറഞ്ഞാൽ ദ വൈസ്രോയി വുഡ് ഹാവ് ദ വീറ്റോ പവർ. വൈസ്രോയ്ക്ക് വീറ്റോ പവർ ഉണ്ട്. എന്താണ് വീറ്റോ പവർ എന്ന് അറിയാമോ? വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലുള്ള എല്ലാ അംഗങ്ങളും ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്താലും വീറ്റോ പവർ ഉള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എതിർക്കാൻ പറ്റും, അത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ഇപ്പൊ 100 പേരുള്ള 1000 പേരുള്ള ഒരു കൗൺസിൽ 1000 പേരും ആ ഒരു സപ്പോർട്ട് ചെയ്തു. പക്ഷേ വൈസ്രോയിക്ക് വീറ്റോ അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 പേര് സപ്പോർട്ട് ചെയ്താലും വൈസ്രോയിക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പാസ്സാക്കാൻ പറ്റും.
പവർ എന്ന് പറയുന്നത്. സോ വൈസ്രോയ്ക്ക് എന്തുണ്ടാവും, വീറ്റോ പവർ ഉണ്ടാവും എന്നുള്ളത് വേറൊരു റെക്കമെൻഡേഷൻ. ആൻഡ് പിന്നെ സിംല കോൺഫറൻസ് വരുന്നുണ്ട്. സിംല കോൺഫറൻസ് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇതാണ് വേവൽ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1945 ഒരു 2 മാർക്കിന് ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നുള്ള വേവൽ പ്ലാൻ എന്താണെന്നുള്ളത് ചോദിക്കും. വേവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ, സോ ആഫ്റ്റർ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ദ ക്ലാഷസ് ബിറ്റ്വീൻ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇൻക്രീസ്ഡ്. ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള ക്ലാഷ് വന്നിട്ട് ഇൻക്രീസ്ഡ് ആയി. മഹാത്മാഗാന്ധി ആൻഡ് മുഹമ്മദ് അലി ജിന്ന അവർ രണ്ടുപേരും ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. ആ ടൈമിലാണ് ലോർഡ് വേവൽ ഇന്ത്യയുടെ വൈസ്രോയ് ആയിട്ട് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റുവേഷൻ അറിയാമായിരുന്നു. ഈ മുസ്ലിംസും ഹിന്ദുസും നമ്മളുടെ പ്രോബ്ലംസ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഒരു മുന്നിട്ടിറങ്ങിയാണ് ചെയ്തത്. അദ്ദേഹം ഒരു പ്ലാൻ, ഇരു കൂട്ടർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിനെയാണ് ഈ പറഞ്ഞത് വേവൽ പ്ലാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ പ്ലാനിനകത്ത് പറയുന്ന കാര്യങ്ങൾ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ വലിയ വിശേഷങ്ങളൊന്നും അതിനകത്തില്ല. പ്രധാനമായിട്ടും പറയുന്നത് ദ ഹോം അഫയേഴ്സും പിന്നീട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അഫയേഴ്സും എല്ലാം ഇന്ത്യക്കാർക്ക് കൊടുക്കും. പക്ഷേ മിലിറ്ററി എപ്പോഴും ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. പിന്നീട് വൈസ്രോയ്ക്ക് വീറ്റോ അധികാരം ഉണ്ട്. ഇനി എത്ര അംഗങ്ങളെ ഉൾപ്പെടുത്തിയാലും വൈസ്രോയ്ക്ക് വീറ്റോ അധികാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യൻസിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിയാണ് അത് കാണിക്കുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വേവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഇവരുടെ ഒരു വൈസ്രോയുടെ വീറ്റോ അധികാരമായിരുന്നു ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി സിംല കോൺഫറൻസ് എന്ന് പറയുന്നത് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത്, ഓഫർ ചെയ്തത് ഈ പറഞ്ഞ വേവൽ പ്ലാൻ ആയിരുന്നു. അതുപോലെ എല്ലാ പാർട്ടിക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺഫറൻസ് മഹാത്മാഗാന്ധി അതിൽ നിന്ന് വിട്ടുകയാണ് ചെയ്തത്. അതാണ് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. സിംലയിൽ വെച്ച് കൂടിയ ഒരു കോൺഫറൻസ് ആണ്. ദ സിംല കോൺഫറൻസ് വാസ് എ മീറ്റിംഗ് ബിറ്റ്വീൻ ദ വൈസ്രോയി ആൻഡ് ദ മേജർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. മേജർ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയി ഓർഗനൈസ് ചെയ്ത ഒരു മീറ്റിംഗ് ആയിരുന്നു സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. മീറ്റിംഗ് മഹാത്മാഗാന്ധി മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല. സോ ഇതിന്റെ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് ഓഫ് ഹിന്ദു മുസ്ലിം, ഹിന്ദുസും മുസ്ലിം തമ്മിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഈ ഒരു മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ലോർഡ് വേവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 21 പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ ടു ഡിസ്കസ് ദ വേവൽ പ്ലാൻ ഇൻ 25 ജൂൺ 1945 ടു സിംല. ഈ ഒരു വേവൽ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 21 പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തത്. മഹാത്മാഗാന്ധി നോട്ട് പാർട്ടിസിപ്പേറ്റ് ദ സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസിൽ മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സിംല കോൺഫറൻസ് 2 മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. എന്താണ് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ സിംല കോൺഫറൻസ് ബൈ ദ വേവൽ ആണ് സിംല കോൺഫറൻസ് ഓഫർ ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ലോർഡ് വേവൽ ആൻഡ് ദ മെയിൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് ഇന്ത്യ. മഹാത്മാഗാന്ധി നോട്ട് പാർട്ടിസിപ്പേറ്റ് ദ സിംല കോൺഫറൻസ്. പിന്നീടെന്ന് പറഞ്ഞാൽ 21 പൊളിറ്റിക്കൽ ഹി ഇൻവൈറ്റഡ് 21 പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടു ഡിസ്കസ് ദ വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംല കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തത് എന്നുള്ളതാണ് പോയിന്റ്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതിനകത്ത് ഡൗട്ട് ഒന്നും വേണ്ട. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന് ചോദിക്കും. ആ ഒരു 10 മാർക്കിന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ആർ ദ റീസൺ ബിഹൈൻഡ് ദ ലോഞ്ചിങ് ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, വൈ ഗാന്ധി സ്റ്റാർട്ടഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് വെച്ചാൽ എഴുതാൻ പറ്റാം. 3 കാരണങ്ങൾ എഴുതാം. പിന്നീടെന്ന് പറഞ്ഞാൽ ദ ഫേസസ് ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസുകൾ. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ഫസ്റ്റ് ഫേസിൽ ഹർത്താൽ റാലീസ് മാത്രം. സെക്കൻഡ് ഫേസിലായപ്പോഴത്തേക്കും ഒരു വയലന്റ് റിട്ടേൺ. 3ാമത്തെ ഫേസ് ആയപ്പോഴത്തേക്കും പാരലൽ ഗവൺമെന്റ് ആൻഡ് ദ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ്. അപ്പൊ 3 ഫേസുകളും ക്ലിയർ ആയിട്ട് എഴുതണം. പിന്നീടെന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പാരലൽ ഗവൺമെന്റിന്റെ അത് മറ്റേ കൂട്ടത്തിൽ ചേർത്ത് എഴുതിയാൽ മതി, സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വരുത്തിയൊന്നുമില്ല. പിന്നീട് പറഞ്ഞാൽ ദ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ മൂവ്മെന്റ്, സ്പ്രെഡ് ഓഫ് ദ മൂവ്മെന്റ്. പെസൻസ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സ്റ്റുഡൻസ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, വർക്കേഴ്സ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആൻഡ് ദ വുമൺ പാർട്ടിസിപ്പേഷൻ. അരുണ അസഫ് അലി ആൻഡ് ദ സുലേഖ കൃപാലിനിയുടെ ഒക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഒക്കെ നമുക്ക് എഴുതാം. പിന്നെന്ന് പറഞ്ഞാൽ മൂവ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ്. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ മൂവ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് ആയി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. പിന്നീട് വേവൽ പ്ലാൻ എന്ന് പറയുന്നത് ലോർഡ് വേവലിന്റെ പ്ലാൻ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പ്ലാൻ കൊണ്ടുവന്നത്, അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഷിംല കോൺഫറൻസ്. വേവൽ പ്ലാനിന്റെ ഭാഗമാണ് ഷിംല കോൺഫറൻസ്. വേവൽ തന്നെയാണ് അങ്ങനെ ഒരു കോൺഫറൻസ് വിളിച്ചു ചേർത്തത്. മഹാത്മാഗാന്ധി ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഷിംല കോൺഫറൻസിൽ മഹാത്മാഗാന്ധി പങ്കെടുത്തില്ല എന്നും പറയാം. ഓക്കെ, സോ 2ാമത്തെ യൂണിറ്റും കഴിഞ്ഞു. സോ ഇതിന്റെ റിമൈനിങ് നമുക്ക് 2 യൂണിറ്റ് ആണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു നമുക്കത് നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ പോലെ. നാളെ ഒരു 1 hour ഉണ്ട്, ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ ആ 2 യൂണിറ്റ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതെന്ത് ചെറിയ യൂണിറ്റ് അല്ല, അത്യാവശ്യം വലിയ യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് അതായത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, 10 minutes അല്ലേ ഉള്ളൂ, അതുപോലെ.
അപ്പൊ നിങ്ങളുടെ ഒരു പറഞ്ഞു തരുന്നതിന് നിങ്ങളുടെ LSC ഏത് LSC എന്നാണെന്നുള്ളത് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം. ഏത് LSC എന്നാണെന്നുള്ളത് നെയിം ആൻഡ് LSC എല്ലാവരും അല്ലാതെ ഒരു അറ്റൻഡൻസിന് മാത്രമേ പറ്റുള്ളൂ. നെയിം ആൻഡ് LSC സാർ എന്റെ പേര് അപർണ. ഞാൻ ടൈപ്പ് ചെയ്തിരുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും. മെസ്സേജ് ആയിട്ടിട്ടാലേ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി അന്ന് ചാറ്റിനകത്ത് സേവ് ആയിക്കോളും. മെസ്സേജ് ആയിട്ടേക്കാവും.